പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമാപന ചടങ്ങിൽ ആത്മീയത തൊടിമുട്ടി നിൽക്കുന്ന ഈ വേദിയിൽ നമ്മുടെ സംഗമത്തിന് സമാപനം കുറിച്ചുകൊണ്ട് ആദരണീയനായ ഇസ്മായിൽ സഖാവ് ദുആ ചെയ്യും. അതിനു മുമ്പ് വർത്തമാനകാലത്ത് സിയോണിസ്റ്റുകളുടെ ഏജന്റായി കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ച പുതിയ വിദഴി പ്രസ്ഥാനവുമായി കടന്നുവന്ന പൊടിയും മുടിയും അതിനുശേഷം പാത്രവുമൊക്കെയായി കടന്നു വന്നവരെ കുറിച്ച് വളരെ വിസ്തരം പ്രതിപാദിച്ചുകൊണ്ട് ആദരണീയനായ സഖാഫികൾ പ്രഭാഷണം നടത്തുകയാണ്. ആദരപൂർവ്വം സഖാഫിയെ സ്വാഗതം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك فصل لربك وانحر إن شانئك هو الأبتر. صدق الله مولانا العظيم. صدق وبلغ نبيه الرسول الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. അഭിവന്യരായ സാദാതീങ്ങളെ, ബഹുമാന്യരായ ഉലമാക്കളെ, എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരന്മാരെ, അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളുടെ ഈ സംഗമം അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. അവൻ ഇഷ്ടപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിന്റെ സമാപനമാണ് ഇനി ഇവിടെ നടക്കാനുള്ളത്. ഇസ്ലാമിക പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പൈതൃകം വലിയൊരു കാര്യമാണ്. പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയതിന്റെ കാരണം പറഞ്ഞിടത്ത്, അല്ലെങ്കിൽ റിസാലത്തുമായി ബന്ധപ്പെട്ടതിന്റെ യുക്തി ബോധ്യപ്പെടുത്തിയ സമയത്ത് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത് ലിയഹ്ദിയകും സുനനല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളുടെ മുൻഗാമികളായ ആളുകളുടെ മാർഗത്തിലേക്ക് നിങ്ങളെ ചേർക്കാൻ വേണ്ടിയാണ്. മുൻഗാമികളായ ആളുകളുടെ മാർഗം എന്ന് പറയുമ്പോൾ അവർ അടിസ്ഥാനപരമായ വിഷയത്തിൽ വ്യത്യാസമില്ലാതെ ഫുറൂഇയായ മസ്അലകളിൽ വ്യത്യാസം നിലനിർത്തിക്കൊണ്ടാണ് പരിശുദ്ധമായ ശരീഅത്ത് അല്ലാഹു ഇറക്കിയതെന്ന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു വളരെ കൂടുതൽ സംസാരിക്കുന്നുണ്ട്. വിശ്വാസത്തിനൊരു പൈതൃകമുണ്ട്. ഈ വിശ്വാസത്തിന്റെ പൈതൃകം തേടിപ്പോയാൽ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഇന്ന് വരെ ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ വിശ്വാസത്തിന്റെ ശൈലി ഒന്നാണ്. മനുഷ്യവംശത്തോളം പഴക്കമുള്ള വിശ്വാസത്തിന്റെ പൈതൃകം പറഞ്ഞുകൊണ്ടാണ് ലോകത്ത് വന്ന എല്ലാ അമ്പിയാക്കന്മാരും വന്നിട്ടുള്ളത്. അതിന്റെ സമ്പൂർത്തീകരണം അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അള്ളാഹു പൂർത്തിയാക്കിയതും അങ്ങനെയാണ്. ഇത് സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹു തആല മഹാന്മാരായ ഒരു കൂട്ടം ആളുകളെ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശ്രേഷ്ഠമാക്കപ്പെട്ട കാലഘട്ടത്തിൽ ജനിപ്പിച്ചു. ചില ആളുകൾക്ക് ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണക്കാരനാണോ എന്ന തർക്കം.
റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിൽ പോലും ഒരുപാട് അസാധാരണത്തുണ്ട്. അവിടുത്തെ ഭാര്യമാരിൽ അസാധാരണത്തുണ്ട്, അവിടുത്തെ കുടുംബത്തിൽ അസാധാരണത്തുണ്ട്. എന്തിനധികം അവിടുത്തെ വീടൊരു സാധാരണ വീടല്ല. അല്ലാഹു അല്ലമഹു വബൈതുഹു ഹറമുൻ. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട്, അവിടുത്തെ വീട് ഹറമാണ്. അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദരിച്ചിട്ടുണ്ട്, അവിടുത്തെ ഖബർ ഹറമാണ്. അവിടുത്തെ വീടിന്റെയും പരിശുദ്ധമാക്കപ്പെട്ട മിമ്പറിന്റെയും ഉള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ശ്രേഷ്ഠമാക്കപ്പെട്ട കണ്ണുകൾ പതിഞ്ഞ ഉഹദ് മലകളെ അഷ്റഫുൽ വറ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തിയത് മിൻ ജിബാലിൽ ജന്ന എന്നാണ്. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലൈഹി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് സാധാരണക്കാരല്ല. എന്ന് പറയുമ്പോൾ ഉൾക്കൊള്ളാൻ വസതൻ, നിങ്ങൾക്ക് ഹിദായത്തിനെ തന്നതുപോലെ നിങ്ങൾ ഇഷ്ടപ്പെട്ട കഅബയെ നിങ്ങൾക്ക് കിബിലയാക്കിയില്ലേ. സഹാബ ജഅൽനാകും വകദാലിക ജഅൽനാകും ഉമ്മത്തൻ വസതൻ. നിങ്ങളെ നാം ഒരു വസത്തായ ഉമ്മത്താക്കി. മൊത്തമായി പറഞ്ഞ ജഅൽനാകും ഉമ്മത്തൻ വസതൻ എന്ന പ്രയോഗത്തിന് അർഹമായി തീർന്നത് ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹുമാണ്. ഇത് ഞാൻ എന്റെ സ്വന്തം വ്യാഖ്യാനം പറയുന്നതല്ല. ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു, ഇമാം ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട ശൈഖ് ഇബ്നു അജീബ ലും ഖുർത്തുബിയിലും മുഴുവൻ തഫാസീറുകളിലും വകദാലിക എന്ന് പറഞ്ഞതിന്റെ എന്തിലേക്കാണ് ഇശാറത്താക്കിയതെന്നും ജഅൽനാകും എന്ന ഖിതാബ് ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹുവിന് മാത്രമാണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ആരാണ് ഇവിടെ ഉമ്മത്തൻ വസത്തിന്റെ മക്കാമിൽ പറയാൻ പറ്റുന്നവർ? അത് മഹാന്മാരായ മശായിഖന്മാർ തർബീയത്തുകൾ നിർവഹിച്ച് ആ 1-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സഹാബിന്റെ അവസ്ഥയും അർവാഹിയായ അവസ്ഥയും കൈവരിച്ചവരാണ് ഈ സമുദായത്തിൽ പിന്നെ ഉമ്മത്തൻ വസത്തൻ എന്നതുകൊണ്ട് ഇബാറത്തിടാൻ പറ്റിയാണ്. അത് വളരെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഉമ്മത്തൻ വസത്ത് എന്ന പ്രയോഗത്തിൽ ഒരുപാട് അന്തർരഹസ്യങ്ങളുണ്ട്, അതിന് പ്രത്യേകതകളുണ്ട്. അത് ചില സമവാക്യങ്ങളെ തിരിച്ചെഴുതുന്നുണ്ട്. ചില നേതൃത്വങ്ങൾക്ക് നേരെ ധാർഷ്ട്യത്തോടുകൂടി വിരലുയർത്താൻ നമ്മൾ നിർബന്ധിക്കുന്നുമുണ്ട്. അൽ-അറളുൽ വസത്ത്, അതിൽ നിന്നാണ് ഉമ്മത്തൻ വസത്ത് എന്ന പ്രയോഗമുണ്ടാകുന്നത്. വസത്ത് എന്ന പ്രയോഗം മനുഷ്യനിലേക്ക് ചേർക്കേണ്ടത് ഇസ്തിആറത്താണ്, കടമെടുത്ത് പ്രയോഗിച്ചൊരു പ്രയോഗമാണ്. അതായത് ഉയർന്നു നിൽക്കുന്ന ഭൂമിക്ക് അറളുൽ വസത്ത് എന്ന് പറയില്ല. കുത്തനെ താഴ്ന്നു കിടക്കുന്ന കുണ്ടുകൾക്കും വസത്തായ ഭൂമി എന്ന് പറയില്ല. വസത്തായ ഭൂമി എന്ന് പറഞ്ഞാൽ ഫലഭൂയിഷ്ഠമായ, മുകളിൽ നിന്ന് പെയ്യുന്ന ജലാംശങ്ങളെ ഉള്ളിലേക്ക് സ്വീകരിച്ച് നല്ലതിനെ മാത്രം പുറത്തേക്ക് മുളപ്പിക്കുന്ന ഭൂമിക്കാണ് വസത്തായ ഭൂമി എന്ന് അറബി ഭാഷയിൽ പറയാം. അപ്പോൾ ഉമ്മത്തൻ വസത്ത് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹും ആ മാർഗം സ്വീകരിച്ചവരാണ്. അവരിൽ നിന്ന് നല്ലത് വേണ്ടത്. അവർ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഇത്തിബാഅ് ചെയ്തു. ആ പൈതൃകത്തെ അതുപോലെ സ്വീകരിച്ചു. അവരത് മനസ്സിൽ സൂക്ഷിച്ചു, പരിശുദ്ധ ദീനനുസരിച്ച് ജീവിക്കുകയും ചെയ്തു. അവർ തറാവീഹ് 20 റക്അത്ത് നിസ്കരിച്ചു. അവർ ഖുത്ബ അറബി ഭാഷയിൽ ഓതി. അവർ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് മാറ്റി നിർത്തി. അവർ പൊതുരംഗത്ത് നിന്ന് സ്ത്രീകളെ പ്രവേശിപ്പിക്കാതെ മാറ്റി നിർത്തി. അവർ തലമറച്ചു, അവർ താടി നീട്ടി, അവർ ഞെരിയാണിക്ക് മുകളിൽ തുണിയെടുത്തു തുടങ്ങി അവരുടെ ജീവിതത്തിൽ പൂർണ്ണമായും അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവർ പിന്തുടർന്നു. ശേഷം വന്നവർ, അതായത് താബിഈകൾ എന്ന് പറയുമ്പോൾ ഇവിടെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്.
സഹാബത്തെല്ലാം മരിച്ചു കഴിഞ്ഞിട്ട് പിന്നീടുണ്ടായ ഒരു സമൂഹമല്ല താബിഈങ്ങൾ. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ ഒരുപാട് സിഖാത്തുകളെയും അല്ലാത്തവരെയും ആ മുഖങ്ങളിൽ പറഞ്ഞിടത്ത് സ്വഹീഹ് മുസ്ലിമിന്റെ വ്യാഖ്യാനമായ ശർഹ് മുസ്ലിമിൽ ഇമാം നബവി റളിയല്ലാഹു അൻഹു സഹാബത്തിൽപ്പെട്ട പലരും താബിഈങ്ങളിൽ നിന്ന് ഹദീസ് കേട്ട് പഠിച്ച കഥ പറയുന്നുണ്ട്. മുൻപിലുള്ളൊരു സഹാബി, പിന്നീടൊരു താബിഈ, പിന്നീടൊരു സഹാബി, അങ്ങനെ റിവായത്ത് ചെയ്യപ്പെട്ട എത്രയോ ഹദീസുകൾ സ്വഹീഹായ ഹദീസിന്റെ കിതാബുകളിൽ കാണാൻ പറ്റും. ഇതിൽ നിന്ന് മനസ്സിലാകേണ്ടത് എന്താണ്? സഹാബത്തും താബിഈങ്ങളും ഏകദേശം സമകാലികരായി ഒന്നിച്ച് ജീവിച്ചവർ തന്നെയാണ്. ഉദാഹരണം, സയ്യിദുന ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകാശപൂരിതമായ ജീവിത കാലഘട്ടത്തിൽ തന്നെ മദീനത്തെ പരിസരത്ത് ജീവിച്ചവരാണ്. അവിടുന്ന് മുത്തുനബിയുമായി സന്ധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർ ഇന്ന് താബിയാണ്. താബിഈങ്ങളുടെ കൂട്ടത്തിൽ ഫഖീഹ് എന്നറിയപ്പെടുന്ന ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ ജനനം 14-ലാണ്. സൂഫികളുടെ തലവനായ ബഹുമാനപ്പെട്ട ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഹിജ്റ 20-നോടടുത്താണ്. സഹാബികളിൽ നിന്ന് നേരിട്ട് തന്നെ എല്ലാതരം അറിവുകളെയും സ്വീകരിച്ചവരാണ് ബഹുമാനപ്പെട്ട സഹാബത്ത് റളിയല്ലാഹു അൻഹു. അവരുടെ കൂട്ടത്തിൽ അസാമാന്യ ഖിറാഅത്തുള്ള ഉബയ്യ് ഇബ്നു കഅബിനെ പോലുള്ളവരുണ്ട് റളിയല്ലാഹു അൻഹു. മഹാന്മാരായ സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ളവരുണ്ട്. ഇഷ്ക് കൊണ്ടെങ്ങനെ വാസിലാകുമെന്ന് ലോകത്തെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള താബിഈങ്ങളുണ്ട്. വിശ്വാസശാസ്ത്രത്തിൽ അവഗാഹമുള്ളവർ, ഫിഖ്ഹിൽ അവഗാഹമുള്ളവർ, ഹദീസുകൾ എഴുതി വെച്ചവർ, ഹദീസുകൾ റിവായത്ത് ചെയ്തവർ, ഇങ്ങനെ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ എല്ലാ വിജ്ഞാന ശാഖകളും ഇസ്ലാമിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, അതിൽ യോഗ്യരായ ആളുകൾ മാത്രം ആ ജോലി നിർവഹിക്കുകയും ബാക്കിയുള്ളവർ മാറി നിൽക്കുകയും ചെയ്ത സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്തിൽ കാണാൻ പറ്റും. 10 ലക്ഷത്തോളം ഹദീസ് സഹാബികളുള്ള മദീന മുനവ്വറയിൽ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഫത്വയുമായി മുന്നിട്ട് വന്നത് 70-ൽ ചില്ലാനം സഹാബത്താണ് റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ളവരോട് ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയും, അതാ അവിടെ മഹാനായ ഒരു മനുഷ്യനുണ്ട്, നിങ്ങൾ അവരോട് ചോദിക്കൂ. എത്രത്തോളം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു ഫത്വ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കാണാം, ജനങ്ങൾ അധികാരം കഴുത്തിൽ തൂക്കിയിട്ട ഒരു മനുഷ്യനുണ്ട്, മദീനത്തിരിക്കുന്നു, ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. അധികാരത്തെ അവർ കണ്ടതങ്ങനെ, അവരോട് ചോദിക്കൂ എന്നാണ് പറഞ്ഞത്. അധികാരമോഹമില്ലാതെ, സ്ഥാനമോഹമില്ലാതെ പരിശുദ്ധ ജീവിതത്തെ അങ്ങനെ സ്വീകരിച്ച് പരിപക്വമായ രീതിയിൽ നടത്തി വന്ന മഹാന്മാരായ ഇമാമീങ്ങൾ. തസവുഫാണെങ്കിലും ആ കാലത്ത് രൂപാന്തരപ്പെട്ടു. താബിഈങ്ങളുടെ കാലത്ത് സർവ്വ വിജ്ഞാനങ്ങളും അടിത്തറ പാകപ്പെടുകയും എന്നല്ല വികാസം പ്രാപിക്കുകയും ചെയ്തു. ഇപ്പൊ ഇവിടെ ചില ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഉണ്ട്. മുജാഹിദീങ്ങൾക്ക് എങ്ങനെയും ഖുർആൻ വ്യാഖ്യാനിക്കാവുന്ന ചില വാദങ്ങളുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർക്കുണ്ട്. അവരെ ഗ്രന്ഥങ്ങളെ വായിച്ച് പഠിച്ച പലരും അവരറിയാതെ ഈ പറയപ്പെട്ട പുത്തനാശയക്കാരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. തഫാസീറുകൾ മുഫസ്സിറിന് പറയാൻ അധികാരപ്പെട്ടതാണ്. അതിനപ്പുറം പറയാൻ ആർക്കും അവകാശമില്ല. നേരത്തെ ഞാൻ വന്നപ്പോൾ തസവുഫുമായി ബന്ധപ്പെട്ട ചില ചർച്ചകൾ കേട്ടു. തീർത്തും ഞാൻ പറയുന്നു, ലാഹിറിനെതിരായി, ലാഹിറിന്റെ ലഫ്ളിന്റെ മദ്ലൂലിനെതിരായി ഒരാൾ ഒരു അർത്ഥം പറഞ്ഞാൽ അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് അശാഇറത്തിന്റെ വിശ്വാസം. ശറഉൽ അഖായിദിലടക്കം അത് വിശദീകരിച്ചിട്ടുണ്ട്. ബവാത്തിനുൽ ഖുർആൻ എന്ന് പറഞ്ഞുകൊണ്ട് ചില ആളുകൾ പ്രസംഗിക്കാറുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലാഹിറുൽ ലഫ്ളിന്റെ മദ്ലൂലിനെതിരായി വരുന്ന ബാത്തിനിയായ മുഴുവൻ തഫാസീർ വ്യാഖ്യാനങ്ങളും നിരാകരിക്കണമെന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിച്ചത്. അത്രയും സുവ്യക്തതയുള്ള ഒരു സഹാബി മറ്റൊരു സഹാബിക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുക്കുക, ഒരു സഹാബി മറ്റൊരു സഹാബിക്ക് ഫിഖ്ഹ് പഠിപ്പിച്ചു കൊടുക്കുക, ഒരു സഹാബി മറ്റൊരു സഹാബിയിൽ നിന്ന് ഹദീസ് പഠിക്കുക. ഒരുപാട് ഹദീസുകൾ ഒരുപാട് സഹാബികളിൽ നിന്ന് കേട്ട് പഠിച്ച മുഹദ്ദിസായ ഒരു താബിഈ മറ്റുള്ളവർക്ക് ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അത് കേൾക്കാൻ വിജ്ഞാനത്തോട്
അടങ്ങാത്ത വിവാഞ്ചനയുള്ള അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നേരെ ശിഷ്യന്മാർ ഈ താബിഈങ്ങളിൽ നിന്ന് അറിവ് സ്വീകരിക്കുക. ഇത്രയും പാരമ്പര്യവും പൈതൃകവും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. നോക്കൂ നിങ്ങൾ, ആ കാലഘട്ടം സഹാബത്തിന്റെ കാലം കഴിഞ്ഞു, താബിഈങ്ങളുടെ കാലമായി. അവസാനത്തെ സഹാബി വാസിലത്തു സഖഫി റളിയല്ലാഹു അൻഹു വഫാത്താകുമ്പോഴേക്ക് ഹിജ്റ 110 ആയിരുന്നു. അവിടെ നിന്ന് അങ്ങട്ട് താബിഈങ്ങളുടെ ഖർൻ ആരംഭിച്ചു എന്ന് സാങ്കേതികമായി പറഞ്ഞാൽ സഹാബത്ത് മുഴുവനും അവസാനിക്കുകയും രണ്ടാം തലമുറ ആരംഭിക്കുകയും ചെയ്തു എന്ന് പറയാം. അവിടെയാണ് ബഹുമാനപ്പെട്ട ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മദ്ഹബിന്റെ ഇമാമിങ്ങൾ ഉണ്ടാകുന്നത്. ശരിക്കും മനസ്സിലാക്കണം. അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്ക് നമ്മളുടെ ഇമാമായ ബഹുമാനപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു ജനിച്ചിട്ടുണ്ട്. ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർദ് ഇൽമൻ, ഒരു ഖുറൈശി പണ്ഡിതൻ ലോകം മുഴുവനും ഇൽമു കൊണ്ട് നിറയ്ക്കുമെന്ന് മുത്തുനബിയാൽ സന്തോഷ വൃത്താന്തം അറിയിക്കപ്പെട്ട ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ജനനം ഹിജ്റ 150-ലാണ്. പേർഷ്യയിലെ കാർത്തിക നക്ഷത്രമെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹുവിന്റെ ജനനം അതിന്റെയും മുൻപാണ്. അവിടെ മുതൽ വിജ്ഞാന ശാഖകളെ മുഴുവനും സമാഹരിച്ചുകൊണ്ട് ഗവേഷണം നടത്തുന്ന മുജ്തഹിദുകൾ ഉണ്ടായി. ഇമാം ശാഫി റളിയല്ലാഹു അൻഹുവിന് ശേഷം ആ നേതൃത്വം അവിടുത്തെ ശിഷ്യന്മാർ ഏറ്റെടുത്തു. എത്രത്തോളം എന്ന് വെച്ചാൽ ഹിജ്റ 500-ന്റെ മുൻപ് മദ്ഹബിൽ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുള്ള അസ്ഹാബുൽ വുജൂഹ് എന്ന് നമ്മൾ സാങ്കേതികമായി പറയുന്ന അസ്ഹാബിന്റെ കാലം അവസാനിച്ചു. അതായത് 1000 വർഷങ്ങൾക്ക് മുൻപ് ഇതൊക്കെ മുദവ്വനത്തായി രേഖപ്പെടുത്തപ്പെട്ടു. പിന്നീട് ഒരേ മദ്ഹബിന്റെ ഇമാമിന്റെ അസ്ഹാബുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മസ്അലകളിൽ രൂപാന്തരപ്പെട്ടപ്പോൾ അതിൽ ഇമാമിന്റെ ഉസൂലിനോട് ഏറ്റവും യോജിച്ചത് ഏതാണെന്ന് പിൽക്കാലത്ത് വന്ന നല്ല കഴിവുള്ള പണ്ഡിതന്മാരായ തർജീഹിന്റെ മുജ്തഹിദീങ്ങൾ ഗവേഷണം നടത്തി. ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള മഹാന്മാരായ ഇമാമിയങ്ങൾ അതിന്റെ മുന്നിൽ നിന്നു. എന്നിട്ട് ഇമാമിന്റെ ഉസൂലിന്, ഉസൂലുൽ ഫിഖ്ഹിന്, ഉസൂലുൽ ഹദീസിന്, ഉസൂലുൽ തഫാസീറിന് എന്തൊക്കെ വിരുദ്ധമായ അല്ലെങ്കിൽ യോജിക്കാത്ത രീതിയിൽ പറഞ്ഞ മസ്അലകളെ കണ്ടെത്തുകയും അതിന്റെ ന്യായങ്ങളെ ചർച്ചയ്ക്ക് വിധേയമാക്കുകയും അതിൽ ദഈഫായതിനെ ദഈഫാക്കുകയും സ്വഹീഹായതിനെ സ്വഹീഹാക്കുകയും ചെയ്തു. അങ്ങനെ ഷാദെന്നും ഗരീബെന്നും പറയുന്ന മസ്അലകളിലുണ്ടായി. ഇമാമിന്റെ മുജ്തഹിദായ മുത്ലഖൻ മുജ്തഹിദായ ഇമാമിന്റെ ഉസൂലിന് വിരുദ്ധമായി വന്ന മസ്അലകളെ നമ്മുടെ മഹാന്മാരായ ഇമാമിയങ്ങൾ ഷാദെന്നും ഗരീബെന്നും പറഞ്ഞു. ചില കിതാബുകളിൽ ഖിലാഫൻ ലിൽ ജുംഹൂരി എന്ന് ബഹുമാനപ്പെട്ട ശൈഖ് സൈനുദ്ദീൻ മഖ്ദൂമിൽ മഅബരി റളിയല്ലാഹു അൻഹു ഇബാറത്ത്. അതെങ്ങനെ? ഒരു ഉസ്താദ്, അയാൾക്ക് ഒരുപാട് ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർ ഫുഖഹാക്കളിൽ ഭൂരിപക്ഷമാണ്, ഈ ഉസ്താദിന്റെ മസ്അലകളാണ് ആ ശിഷ്യന്മാരെ പ്രചരിപ്പിക്കുന്നത്, എന്നാൽ അത് മദ്ഹബിന്റെ ഉസൂലിനെതിരാണ്. അങ്ങനെ വന്നപ്പോൾ മഹാനവറുകൾ റാജിഹ് പറഞ്ഞിട്ട് പറഞ്ഞു ഖിലാഫൻ ലിൽ ജുംഹൂരി, ഇത് ഭൂരിപക്ഷം ആളുകൾ പറഞ്ഞതിനെതിരാണ്. എന്നാൽ മദ്ഹബിന്റെ ഉസൂലുകളിൽ ഇങ്ങനെ വ്യത്യാസമുണ്ട്, അതിൽ ചില വ്യത്യാസങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ദലീലുകൾക്ക് കുറവുകൾ സംഭവിച്ചിട്ടുണ്ട്, ഖിയാസ് സംഭവിച്ചപ്പോൾ അതിൽ ഫാരിഖുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി റളിയല്ലാഹു അൻഹു ആവശ്യത്തിൽ വേണ്ടതിലധികം ആ വിഷയത്തിൽ നമുക്ക് വ്യാഖ്യാനങ്ങൾ നൽകി. നമ്മൾ സുരക്ഷിതരാണ്. സഹാബത്ത് മുതൽ ഇന്ന് വരെ നമ്മുടെ കർമ്മങ്ങളിലും അനുഷ്ഠാനങ്ങളിലും നേരിട്ട് ഗവേഷണം നടത്തി അബദ്ധങ്ങളിൽ ചാടേണ്ട ഗതികേട് നമുക്ക് വന്നിട്ടില്ല. ഈ പൈതൃകമാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് പറയാനുള്ളത്. ഇതാണ് സുന്നികൾക്ക് പറയാനുള്ളത്. ഇതാണ് സുന്നത്ത് ജമാഅത്തിന്റെ അർത്ഥത്തിൽ പറയാനുള്ളത്. അതിൽ പിഴവ് സംഭവിക്കാൻ പാടില്ലെന്ന ശാഠ്യം നമുക്കുണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങളെവിടെയൊക്കെ കുറെ മുജാഹിദീങ്ങളുള്ള സ്ഥലമാണല്ലോ അല്ലെ? പള്ളിയിൽ ബോർഡുണ്ടോ? ചില പള്ളിയിൽ ഒരു ബോർഡുണ്ട്. എന്താ? പ്രകോപനപരമായി ഖുതുബ ഓതരുത്. എങ്ങനെ? പ്രകോപനപരമായി ഖുതുബ ഓതരുത്. അതിപ്പോ എന്താ അങ്ങനെ കഥ? ഒറ്റ അബദ്ധേ പറ്റിയിട്ടുള്ളൂ. പാരമ്പര്യത്തെ ഖുതുബയിൽ നിരാകരിച്ചു. നബി തങ്ങൾ ഏത് ഭാഷയിലാണ് ഖുതുബ ഓതിയത്? അറബിയിൽ. സഹാബത്ത് ഏത് ഭാഷയിലാണ് ഓതിയത്? അറബിയിൽ. അന്ന് മുതൽ ഇന്ന് വരെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ ഖുതുബ എന്ന അനുഷ്ഠാനത്തിന്
ഭാഷാപരമായ പൈതൃകം അത് അറബി ഭാഷയിൽ മാത്രം നിർവഹിക്കപ്പെട്ടതാണ്. ഈ പൈതൃകത്തെ നിഷേധിച്ചു. ഇപ്പൊ നമ്മൾ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്തല്ലേ, യഖൂമു മഖാമ റകഅതൈനി മിനൽ ഫറദ് എന്ന് പറയുന്ന ഇതിനെ നിങ്ങൾ അങ്ങനെ ചെയ്യരുതേ എന്ന് പറഞ്ഞപ്പോൾ അക്കാലത്തെ മുജ്തഹിദീങ്ങളായ പണ്ഡിതന്മാർ രംഗത്ത് വന്നു. മുജ്തഹിദീങ്ങൾ ഗവേഷണം നടത്തി മുജാഹിദിലെ. അവർ പറഞ്ഞു, ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നല്ലേ, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണ്ടേ? എങ്ങനെ? ഖുതുബ എന്ന് പറഞ്ഞാൽ പ്രസംഗം എന്നല്ലേ, പ്രസംഗം എന്ന് പറഞ്ഞാൽ തിരിയണ്ടേ? നമ്മൾ പറഞ്ഞു, ഇതല്ല, ഖുതുബ എന്ന് പറഞ്ഞാൽ ഒരു ഇബാദത്താണ്, ചെവി കേൾക്കാത്തതിന്റെ ജുമയും ശരിയാവും. രക്ഷണ്ടായില്ല, പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു മൗലവിമാർ. നിങ്ങൾ അമേരിക്കയിൽ പോയി ഖുതുബ കേട്ടു, ഖുതുബ തിരിഞ്ഞിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് നിസ്കരിക്കാം എന്ന് നമ്മൾ അവരോടെന്തായി പറഞ്ഞു. ഇപ്പം മൗലവിമാരെ ഗവേഷണം നടത്തിയ മുജ്തഹിദീങ്ങളൊക്കെ ഖുതുബ പ്രസംഗമാണെന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാരാണ് ഇപ്പൊ ഖുതുബ ഓതുന്നത്. ഈ ശിഷ്യന്മാർക്കിടയിൽ പിളർപ്പുണ്ടായി. ചില ആളുകൾ പറഞ്ഞു, എന്റെ വീട്ടിൽ ഇന്നലെ വീണ തേങ്ങ ജിന്നിട്ടതാണ്. മറ്റോ പറഞ്ഞു, നമ്മളെ വീട്ടിൽ മട്ടൽ നേരെ തലയിക്കൊണ്ട് വീണപ്പോ ആരോ ഒന്ന് തട്ടിട്ടു, അത് ജിന്നായിരുന്നു, അള്ളേന്ന് പറയൽ മാറിപ്പോ. ഇത് കേട്ട് പരിഭ്രാന്തനായ ഒരാൾ മെല്ലെ എഴുന്നേറ്റ് നിന്നിട്ട് ഖുതുബ ഓതിയപ്പോ പറഞ്ഞു, ഇവിടെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഖുതുബയുടെ പ്രസംഗല്ലേ. അയാൾ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, ഇവിടെ ചില ഏമ്പോക്കികളുണ്ട് ഖുതുബ, അവർ ഇന്നലെ തേങ്ങ വീണപ്പോൾ ജിന്നിട്ടതാണെന്ന് പറഞ്ഞു. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദ്. ഖുതുബ ഇടക്കെങ്ങനെ വരും? ഇവിടെ ചില ആളുകൾ തലയിലേക്ക് മട്ടൽ വീണപ്പോൾ തടുത്ത ജിന്നാണെന്ന് പറഞ്ഞു, അവൻ ശിർക്കാണ് പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തഖുല്ലാഹ ഇബാദല്ലാഹ്, ഇത്തരം ആളുകളെ പള്ളിയിൽ നിന്ന് പുറത്താക്കണം. ഈ പറഞ്ഞ ആൾ മുമ്പ് തന്നെ ഉണ്ട്, മൂപ്പർ നോക്കി വല്ല വടിയും കിട്ടോ? ഇല്ല. മിഹ്റാബിൽ ഒരു വാളുണ്ടെങ്കിൽ അതുകൊണ്ട് നോക്കേനോ? അതുമില്ല. പിന്നെ ആകെ പിടിച്ചാൽ കിട്ടുന്ന ഖത്തീബിന്റെ കാലാണ്, പിടിച്ചൊരു ഏറ്, അയാൾ ഹൗദങ്കരക്കലാണ് വീണു. നമ്മളെ പ്രതിമിസൈലിന്റെ പരീക്ഷണം പോലെ അടിയായി. പോലീസും അന്വേഷിച്ചു, എന്താ കാര്യം? ഇയാൾ ഖുതുബയിൽ ചിത്തറന്നു. പോലീസിന് ഇത്രേ തിരിയുള്ളൂ. അവൻ പറഞ്ഞു, എന്തായാലും ഇപ്പൊ പള്ളി പൂട്ടണ്ട, ഞാൻ പഞ്ചായത്ത് ഉണ്ടാക്കാം, അതുപോലെ നിങ്ങൾ എഴുതി വെച്ചാൽ മതി. എന്താണ് പഞ്ചായത്ത്? ഖുതുബ പ്രകോപനപരമാകരുത്. അപ്പൊ ഖത്തീബ് പറഞ്ഞു, അങ്ങനല്ല, മൊല്ലാക്ക പ്രകോപനപരമായി ബാങ്ക് കൊടുക്കുന്നുണ്ട്, എന്നാൽ ബാങ്കും ഖുതുബയും പ്രകോപനപരമാകരുത്. ഈ ഗതികേടിൽ മുജാഹിദ് എത്തിയപ്പോഴാണ്, സ്വന്തം ഗവേഷണം നടത്തിയപ്പോഴാണ്. ചില ആൾക്കാരോട് ചോദിക്കുകയാണ്, മലപ്പുറം ജില്ലന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ചില സുന്നികൾ പറയും, മലപ്പുറം ജില്ലയിലാണ് മുടിക്കോടുള്ളത്, മലപ്പുറം ജില്ലയിൽ തന്നെയാണ് ചട്ടിപ്പറമ്പും. ഇതാണ് മലപ്പുറം ജില്ലയുടെ പ്രത്യേകത. ചില ആൾക്കാർ പറയും. ചരിത്രത്തെ നിരസിക്കല്ലത്. ഈ ചട്ടിപ്പറമ്പും മുടിക്കോടും ഇല്ലെങ്കിലും മലപ്പുറം തന്നെയല്ലേ? പൈതൃകത്തെ ഇവിടെ പല ആളുകളും നിഷേധിക്കുകയാണ്. ചില ആളുകൾ എന്നോട് ചോദിച്ചു, എന്താ ഇപ്പൊ ചട്ടി വന്നിട്ട് ഇസ്മായിൽ സഖാഫി ഉണ്ടാത്തത്? ചട്ടിമേൽ അത്ര കൂടണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, അത് ദാത്തു ഷരീഫയുമായി വലിയ ബന്ധമുള്ള ഒന്നും അല്ലല്ലോ. മറ്റിടത്ത് ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്, അത് ഇനിയും പറയും. സാങ്കേതിക പ്രശ്നങ്ങൾ അവിടെ രൂക്ഷമാണ്. നോക്കൂ നിങ്ങൾ, ഇവിടെ മറുപക്ഷത്തിന് പറ്റിയ അബദ്ധത്തിന്റെ കാരണം എന്താ? മറുപക്ഷത്തുള്ള ആലിമീങ്ങൾക്ക് പറ്റിയ അബദ്ധം എന്ന് ഞാൻ പറയുന്നു. അതിൽ ചില ആളുകൾക്ക് സ്വാർത്ഥമായ താല്പര്യങ്ങളുണ്ട്. ഒരാൾക്ക് റിയൽ എസ്റ്റേറ്റ് മോഹം, മകന് പിൻഗാമിയാകാനുള്ള മോഹം, മരുമകന് പെണ്ണോരിയോടുള്ള ആർത്തി. ഒരു പെണ്ണോരി മൂപ്പർക്കും ഉണ്ടാവുമല്ലോ. പിന്നെ അസിസ്റ്റന്റിന് കമ്മീഷൻ കിട്ടാനുള്ള പൂതി. ഉസ്താദ് 50 കോടി ഉണ്ടാക്കുമ്പോൾ 5 കോടിയെങ്കിലും നമുക്ക് പോന്നാലും. ഇത്തരം കച്ചവടത്തിലെ വീതം വെപ്പുകളിലെ സ്വാർത്ഥതകളല്ലാതെ ദാർശനികമായി ബുദ്ധിപരമായി അറിവിന്റെ പിൻബലത്തിൽ ഇത്തരം കാര്യങ്ങളെ ന്യായീകരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഹദീസിന്റെ കിതാബ് പരിശോധിക്കുക. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തെ പോലെ വർണ്ണിക്കപ്പെട്ടൊരു ശരീരം ലോകത്തിന്റെ ചരിത്രത്തിലില്ല. ജനിക്കുന്നതിന്റെ മുൻപുള്ള അത്ഭുതങ്ങളെ
പറഞ്ഞുകൊണ്ടാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പ്രവർത്തകർ ജീവിച്ചത്. ജനിക്കുന്നതിന്റെ മുൻപുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. അത് പറയുമ്പോ ചിലപ്പോ ചില ആൾക്കാരുണ്ട് ഇങ്ങനെ മൗലൂദ് ഓതുനോനെ മുശ്രിക്കാക്കിയാലേ അവന് സമാധാനമുള്ളൂ. ശിർക്കിന്റേതായ വർത്താനൊന്നുമില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ ഭാഷയിൽ പറഞ്ഞാല് ഓൻ തൗഹീദൊക്കെ ഇങ്ങോട്ട് വിശദീകരിച്ചിട്ട് കൊളായി. ജമാഅത്തിന്റെ ക്ലാസ് കേട്ട ഒരാളിങ്ങനെ പോവാണ്. നമ്മളെ ചുങ്കത്ത് വണ്ടി നിർത്തിയോ റോഡിന്റെ സൈഡിൽ. പോലീസുകാരൻ പി പി മുമ്പ് എടുക്കൂല, എത്ര പഴയാലും എടുക്കൂല. എന്താ ഇയ്യാക നഅ്ബുദു, നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, അതായത് നിനക്ക് ഞങ്ങൾ അനുസരിക്കുന്നു. വേറെ അനുസരിച്ച ശിർക്കാവും. 5000 അല്ല 50,000 അസ്ഹാബിന്റെ തല പോയിട്ട് പോലും തൗഹീദ് വിട്ടിട്ടില്ല. പിന്നെ ഈ പോലീസുകാരന്റെ പീപ്പിളി ഇങ്ങനെ ഇബാദത്തിന് അനുസരണം നടത്തം വെച്ച ആളുകൾ പറഞ്ഞു കുടുങ്ങി. ഇപ്പോൾ എങ്ങനെ വരുന്നത്? എങ്ങനെ വരുന്നത്? ഹൈവേ വീതി കൂട്ടൽ, കസ്തൂരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കണം. കോറികൾ തുറക്കാൻ പാടില്ല, മണൽ വാരാൻ പാടില്ല, കല്ല് വെട്ടാൻ പാടില്ല, മരങ്ങൾ മുറിക്കാൻ പാടില്ല. എന്തപ്പത്തൊക്കെ ആയത്തും ഹദീസും പറഞ്ഞു വരാനുള്ള യോഗ്യത പോയി. ഇപ്പൊ വേറെ ജനതേറ്റാ വരുന്നത്, മനസ്സിലാണ്ടോ? ഇതേപോലെ ആശയം പറയാൻ കഴിയാതെ വന്നപ്പോ മറുഭാഗത്ത് ചില ആളുകൾ എവിടെന്നെങ്കിലും പഴയ മഞ്ചട്ടിയോ ഉരുളിയോ ഉരുളോ പഴയ പൊതപ്പോ കീറിയ കുപ്പായോ എന്തെങ്കിലും കിട്ടുമോ നോക്കുകയാണ്. സമൂഹത്തെ സമീപിക്കാനേ മുദ്രാവാക്യം വേണ്ടേ? ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് റോഡ് വീതി കൂട്ടാൻ പാടില്ല, കസ്തൂരംഗൻ റിപ്പോർട്ട് നടപ്പിലാക്കണം എന്ന് പറഞ്ഞ മൗലവിമാരെ പെട്ടെന്ന് സ്വഭാവം മാറി. ഒരു ദിവസം, സുഹൃത്തെ, നിങ്ങൾ പള്ളിയിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ പള്ളിയിലേക്കാണെന്ന് കരുതിയിട്ടില്ലേ? നിസ്കാരത്തിനാണ് വരുന്നത് എന്ന് കരുതിയിട്ടില്ലേ? ഉണ്ട്. പിന്നെന്താ നിസ്കരിക്കുമ്പോൾ നിസ്കരിക്കാണ് കരുതേണ്ട ആവശ്യം? തിരിഞ്ഞോ യുക്തി? അതുകൊണ്ട് നിയ്യത്ത് വെക്കണമെന്നൊന്നുമില്ല. അപ്പൊ എന്തിനാ വന്നത്? നിങ്ങൾക്ക് എന്തിനാ വന്നത്? പുഴയിന്ന് മണൽ വാരരുത് എന്ന് പറയാനാണ്. ഇപ്പം ഉദ്ദേശം മണൽ വാരലും വാരാക്കലും അല്ല, ഇത് പറയാനാണ്. ജമാഅത്തെ ഇസ്ലാമിന്റെ മൗലിക തത്വമാണത്. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പോകുക എന്നല്ലേ കരുതണുള്ളൂ, നിസ്കരിക്കാൻ കരുതുള്ളൂ. നടക്കുമ്പോ എന്ത് കരുതും? നടക്കുക. പള്ളി കയറുമ്പോഴോ കയറുക, ഒതുണ്ടാക്കുമ്പോഴോ ഒതുണ്ടാക്കുക, സുഫിൽ നിൽക്കുമ്പോഴോ സുഫിൽ നിൽക്കുക. ഇനി നിസ്കാരം തുടങ്ങണം. അപ്പൊ എന്ത് വേണം? നിസ്കരിക്കണം എന്നൊന്ന് കരുതുക. നിസ്കാരത്തിന് നെയ്യത്ത് ഒഴിവാക്കി. ആ നിസ്കാരം കഴിഞ്ഞ് അഥവാ നെയ്യത്ത് വെച്ചിട്ടുണ്ടോ? നമ്മളെ കൊക്കോകോള കമ്പനി കൂട്ടണം എന്ന് പറഞ്ഞ മൗലവിക്ക് സംശയം. അടുത്ത ചോദ്യം, സഹോദര, നല്ല ഭംഗിയുള്ള ഭാഷയ്ക്കുണ്ട്. സഹോദര, നിങ്ങളുടെ ഭാര്യ നിങ്ങൾക്ക് അന്യയാണോ? അടുത്ത ചോദ്യം, ഇയാൾ വന്നെന്തിനാറോ? കോറി കൂട്ടണം എന്ന് പറയാനാണ്, റോഡ് വീതി കൂട്ടരുതെന്ന് പറയാനാണ്. നമ്മളെ 2 പീഡിയ മുറി റോട്ടിക്ക് തള്ളി നിൽക്കുന്നുണ്ട്. ഈ മൗലവിന്റെ ഒപ്പം കൂടി അത് പൊളിക്കാതെ കൈവച്ചിട്ട് അയാൾ കൂടിയേ. മനസ്സിലാണ്ടോ നിങ്ങൾക്ക് പറയണേ? ഉടനെ അന്യയാണോ? സത്യമായി പറഞ്ഞാൽ ഈ പെണ്ണ് അന്യയായതുകൊണ്ടാണല്ലോ അവന് കല്യാണം കഴിക്കാൻ കഴിഞ്ഞത്. ഉമ്മാനെ കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ടാണ്? അന്യയല്ല. പെങ്ങളെ കല്യാണം കഴിക്കുന്നുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അന്യയല്ല. മനസ്സിലായല്ലോ? ഇവളെ ഞാൻ കല്യാണം കഴിച്ചത് അവൾ അന്യയായതുകൊണ്ടാണ്. തൊട്ടാവുന്ന മുറി. അപ്പൊ അവിടെ കിട്ടിയിട്ടില്ലെങ്കിൽ അന്യ പെണ്ണിനെ തൊട്ടാലല്ലേ മുറിയുള്ളൂ. അങ്ങനെ പെണ്ണുങ്ങൾ നിങ്ങൾക്ക് അന്യല്ലല്ലോ. അല്ല, ഇനിയിപ്പോ തൊട്ടാ മൂന്നുണ്ടാക്കൊന്നും വേണ്ട. ഇങ്ങനെ പ്രവർത്തിക്കുന്ന ചില ആളുകൾ, അവർക്കും പാരമ്പര്യം പറയാനല്ല ആ വിഷയത്തിൽ. അവരെ പാരമ്പര്യവും മുടിയുടെ പാരമ്പര്യം പോലെയാണ്. 900 വിട്ട് 1800 കടക്കൂല. തിരിഞ്ഞോ? വേറെ ചില കൗമ വരും. ഐറ്റികളെ കണ്ട പാവം തോന്നും. നീളമുള്ള കുപ്പായം, ഞെരിയാണ്ട് കുറച്ച് മുകളിലേക്ക് മുട്ടിന്റെ താഴെ വരെ തൊട്ടില്ല തുണി, ഒരു കൈ തസ്ബീഹ്മാല, വേറൊന്നില് ഒരു കയ്യിൽ കീസ് നിറച്ച അറാക്ക്, തലയിലൊരു ഗ്യാസിന്റെ സിലിണ്ടറും തോളിലൊരു ഗ്യാസിന്റെ സ്റ്റൗ, ബാക്കിൽ ഒരുത്തനൊരു ചാക്കാരി, വേറൊത്തിന്റെ അടുത്ത് 10 കൊട്ട തേങ്ങ, വേറൊത്തിനടുത്ത് പൊളിക്കണ യന്ത്രം, വേറൊത്തിനടുത്ത് ഒരല്, ഒരുത്തിന്റെ അടുത്ത് അമ്മിക്കുട്ടി, ഒരുത്തിന്റെ അടുത്ത് വിറക്. ഇതെന്താ പഠിച്ചോന്നെ അസമെന്ന് വരികയാണോ? വരുമ്പോ തന്നെ കിതച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. നിങ്ങൾ എവിടുന്നാ വരണ്ടേ?
ഞാൻ ഒരു ദീനീ പ്രബോധകനാണ്. ദർവേശികളെ കുറിച്ച് നമ്മൾ കേട്ടതാണല്ലോ, സഞ്ചരിക്കുന്ന സൂഫികൾ. അപ്പോ നിങ്ങൾ സമസ്തയുടെ ആളാണോ? അല്ല. എ പി ഗ്രൂപ്പാണോ? അല്ലേ അല്ല. കാരണം എ പിക്കാർക്ക് തന്നെ ഇപ്പൊ ഞങ്ങളുടെ നാൾ മടിയുണ്ട്. ഒരു ബസ്സിൽ യാത്ര ചെയ്യുന്ന സക്കാഫിനോട് നിങ്ങൾ എവിടെ പഠിച്ചത്? ഞാൻ കോഴിക്കോട് അടുത്താ. കോഴിക്കോട് അടുത്തെന്ന് പറഞ്ഞാൽ കുന്നമംഗലത്തിന്റെയും കാരന്തൂരിന്റെയും ഇടയിലാണ്. എന്നാലെങ്കിലും മർക്കസ് എന്ന് പറയാതിരിക്കാൻ ശ്രമിക്കും. എന്തുകൊണ്ട് പറഞ്ഞ അടുത്താൾ അല്ല, അവിടെ ഒരു കേശവിവാദം കേൾക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടണം എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ മടി തോന്നുന്നത് കൊണ്ട്, അഥവാ പറഞ്ഞ സംഘടന പുറത്താക്കുകയും ചെയ്യും. നൗഷാദസിനെ കണ്ടില്ലേ? അപ്പൊ അതുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ പുറത്താക്കപ്പെടും. ഏതായാലും അതുമല്ല. ജമാഅത്താണോ? അല്ലല്ല. മുജാഹിദാണോ? അല്ല. നിങ്ങളാരാ? ദഅവന്റെ ആളാണ്. ബാബു അനിഫത്ത് സൂറയിൽ പണ്ട് ജിബിരിയിൽ വന്നത് ഓർമ്മ വരും. ഇറ്റളെ വർത്താനം കേട്ട. അവനും പാരമ്പര്യമില്ല. അവൻ പറയുന്ന മുഴുവൻ ആശയങ്ങളും ഇസ്മായിൽ ദഹ്ലവിക്ക് ശേഷമുള്ളതാണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അതിന്റെ പാരമ്പര്യമാണ്. ജാഹിദീങ്ങളെ കഥ പിന്നെ പറയണ്ടല്ലോ, ഉണ്ടോ? അവർക്ക് നേർക്ക് നേരെയാണ്. ഖുർആനും ഹദീസും നേർക്ക് നേരെ. ഒരു മൗലവി ഒരു ഇജ്തിഹാദ് ഖുർആനിൽ പറഞ്ഞ ലഹബുൽ ഖിൻസീർ എന്നാ, പന്നിന്റെ ഇറച്ചി എന്നാ, എല്ലുകൊണ്ട് സൂപ്പ് വെക്കാൻ പറ്റുമോ എന്നാ മൂപ്പർ നോക്കുന്നത്. അല്ല, ഖുർആൻ പറഞ്ഞു ചെയ്താൽ മതിയല്ലോ. വേറൊരു മൗലവി ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഹംറ് എന്ന് പറഞ്ഞാൽ ഖുർആനും സുന്നത്തിലും പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുള്ളൂ. ഹംറ് എന്ന് പറഞ്ഞാൽ എന്താ? അത് ഈത്തപ്പഴത്തിന്റെ നീര് കൊണ്ടും മുന്തിരിയുടെ നീര് കൊണ്ടും ഉണ്ടാക്കുന്ന സാധനമാണ്. ഓഹോ, പക്ഷെ ഇത് പച്ചവെള്ളത്തിൽ സ്പിരിറ്റ് ഹറാമാവോ? ആ ഗവേഷണത്തിലാണ് വേറൊരു മൂല്യം. ഈ ഭാഗത്താണ് വിദ്യാറ്റാണ്. ചില ആളുകൾ ഇപ്പൊ പള്ളി പൊളിച്ചുകൊണ്ട് ഗവേഷണ സുലൈമാൻ നബിന്റെ ജിന്നളാതിരിയാണ് നടക്കണ്. എന്താ പള്ളി വിളിക്കുന്നത്? മൂപ്പർ ആലോചിച്ച് നോക്കുമ്പോൾ കാലത്തിൽ കിലാബ് തുക്കുബിൽ തുതിബിറു എന്ന് ഹദീസിലുണ്ട്. ഫി മസ്ജിദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചുമരുണ്ടായിരുന്നില്ല, പട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയാണ്. ഈത്തപ്പനപ്പെട്ട കൊണ്ടല്ലേ അന്ന് പള്ളി ഉണ്ടായിരുന്നുള്ളൂ. കിടക്കട്ടെ 4 ഈത്തപ്പനപ്പെട്ട. ഇനിയിപ്പോ മുജാഹിദീങ്ങൾ ഈ പറഞ്ഞ മൗലവിക്ക് പള്ളി ഉണ്ടാക്കണമെങ്കിൽ കണ്ടെയ്നർ കിടക്കാൻ ഈത്തപ്പനയുടെ പട്ട എവിടുന്നെങ്കിലും കൊണ്ടുവരണം. മുജ്തഹിദീങ്ങളല്ലേ, നടക്കട്ടെ. കാന്തപുരം പക്ഷത്തിന് പറ്റിയ അബദ്ധം എന്താ? ഈ പറയപ്പെട്ട സഹാബത്തിൽ നിന്ന് ഉൾക്കൊണ്ട പാരമ്പര്യത്തെ നിരാകരിച്ചു. അവരെ വാക്കുകൾക്കെതിരായി പെരുമാറി. ഹദീസിന്റെ കിതാബുകളിൽ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരത്തിന്റെ പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ് ഹദീസ് എന്ന് പറഞ്ഞാൽ? മുടിയുടെ വിഷയത്തിൽ നിങ്ങൾ എന്തിനാ അത്ര സ്ട്രോങ് ആകണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. മുടിയുടെ വിഷയത്തിൽ ഇത്രേ സ്ട്രോങ് ഉള്ളല്ലോ എന്നൊരു സങ്കടം എനിക്ക് വരാനുള്ളൂ. എന്തത് കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്ക് പറയൽ എന്താണ്? ഹദീസാണ്. എങ്ങനെ? ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കദ എന്ന് പറയൽ എന്താണ്? ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവൃത്തിയെ കുറിച്ച് പറയാം. അതെങ്ങനെ? ഫഅലില്ലാഹു അലൈഹി വസല്ലമ കദ. അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൗനാനുവാദത്തെ കുറിച്ച് പറയാം. എങ്ങനെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസാന്നിധ്യത്തിൽ ഇങ്ങനെ ചെയ്യപ്പെട്ടു. വലം യുൻകിറുഹു, നബി തങ്ങൾ എതിർത്തില്ല എന്ന് പറയാം. അല്ലെങ്കിൽ നബി തങ്ങൾ സമ്മതിച്ചു എന്ന് പറയാം. ഇത് ഹദീസാണ്. എങ്ങനെ? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് എന്നിവിടുന്ന് പരിപ്പെട്ട ഖാരി ആണ്. അവിടുന്ന് മദീനത്തെ പള്ളിയിൽ നിൽക്കുമ്പോൾ 2 ആളുകൾ മദീനത്തെ പള്ളിയിൽ കയറി. ഒരാൾ ഒരു ഖിറാഅത്ത് ഓതി. വഖറഅ ഖിറാഅതൻ അൻകർതുഹു അലൈഹി, ഒരു തരം ഖിറാഅത്ത് ഓതി, എനിക്കത് ഇഷ്ടമായില്ല. രണ്ടാമതായാൾ നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചു. അടുത്ത ആളുകൾ അവരും ഒരു തരം ഖിറാഅത്ത് നടത്തി, എനിക്കത് ഇഷ്ടമായില്ല.
വഖറഅ ഖിറാഅതൻ സവാ ഖിറാഅത സാഹിബിഹി, മറ്റേ ഗ്രാമീണൻ ഓതിയതുപോലെ ഇദ്ദേഹവും ഓതി. രണ്ടുപേരും നിസ്കാരത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ ഇവരെ രണ്ടുപേരെയും ഞാൻ നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരെ കൊണ്ട് ഓതിപ്പിച്ചു. ആ ഓത്തിനെ നബി തങ്ങൾ സമ്മതിച്ചു. എന്താ പറയാ, നബി തങ്ങളുടെ ഖിറാഅത്ത്, ആ ഖിറാഅത്തിനെ നബി തങ്ങൾ സമ്മതിച്ചു. നബി തങ്ങൾ അങ്ങനെ ഓതിയിട്ടില്ല. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചിട്ടില്ല. ഇഖ്തിലാഫുൽ ഖിറാഅത്തിൽ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നുണ്ട്. ഇതങ്ങട്ട് സമ്മതിച്ചപ്പോൾ ഇമാം മുസ്ലിം അതിനിടയിൽ പറയാണ്, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു പറയാണ്, എനിക്കെന്തോ നിബിതങ്ങൾ വിധിച്ചതിൽ അത്രേ ഒരു ഉറപ്പ് വന്നില്ല. അറിവും അനുഭവവും എതിരാകുമ്പോൾ ആരിലും ഉണ്ടാകുന്ന പ്രശ്നമാണിത്. പഠിച്ചു വെച്ചതിനെതിരായി ചില കാര്യങ്ങൾ കാണുമ്പോഴുണ്ടാകുന്നൊരു പ്രശ്നം. അപ്പോൾ ജാഹിലിയ കാലഘട്ടത്തിലുള്ളതുപോലെയുള്ള തെക്ദീബെന്ന് അല്ലാതിനേക്കാളും വലിയ തെക്ദീബെന്നും അദ്ദേഹം എന്റെ കൽബിലുണ്ടായ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടപ്പോൾ നബി തങ്ങൾ കൽബിലുള്ളത് കാണുമെന്നാണ് എന്റെ നെഞ്ചിൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒന്നടിച്ചു. ഞാൻ അല്ലാഹുവിനെ കാണുന്നത് പോലെ എനിക്ക് തോന്നി. സഹവാസം കൊണ്ട് ഇൽമ വർദ്ധിക്കും, സഹവാസം കൊണ്ട് അനുഭവം ഉണ്ടാക്കും. ഏതായാലും ഈ ഓത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി സമ്മതിച്ചു. നോക്ക്, ഇനി ഹദീസിൽ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മർബൂഅൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഒത്ത മനുഷ്യനായിരുന്നു എന്ന് പറയാം. അതായത് അവിടുത്തെ ശരീരത്തിന്റെ വസ്തു പറയാ. ഇതെന്താ സാധനം? ഹദീസാണ്. മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദമ വല അബിയല്ല വല അത്വല വല അഖ്സർ, നബി തങ്ങൾ കറുത്താളാകിരുന്നില്ല, വെളുത്താളാകിരുന്നില്ല, നീളം കൂടിയ ആളല്ല, ഉള്ളലെന്ന് പറയാനും വയ്യ. ഇങ്ങനെ ഒരു റിവായത്ത് വന്ന അതിന്റെ പേരെന്താണ്? ഹദീസ്. തിരിഞ്ഞോ, ഈ സഹാബത്ത് റളിയല്ലാഹു അൻഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദാത്തിന്റെ വസ്തു പറയൽ ഹദീസിൽപ്പെട്ടതാണ്. നോക്കിക്കോ, മുത്തുനബിയുടെ പ്രിയപ്പെട്ട സഹാബത്ത് അവിടുത്തെ ശറഫാക്കപ്പെട്ട മുടിയെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ചെവിയിൽ തട്ടുവോളമുള്ള മുടിയെ അവർ പഠിപ്പിച്ചു. ചെവിമുള്ള മുടിയുണ്ടായിരുന്നു എന്നവർ പറഞ്ഞു. പരമാവധി വളർന്നാൽ പെരടിയിൽ തട്ടുവോളമുള്ള മുടി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ഇതിലപ്പുറം നീളുള്ളൊരു മുടിയേറ്റ് ഒരാൾ വന്നാൽ അത് തെക്ദീബാണ്. അത്ര അതിനപ്പുറം നീളമുള്ളൊരു മുടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട് എന്നൊരാൾ പറഞ്ഞാൽ അയാൾ നബി തങ്ങളുടെ മേൽ കദിബ് പറയാണ്. എങ്ങനെ? നബി തങ്ങൾ വലിയ നീളമുള്ള ആളാണെന്ന് പറയുന്നത് പോലെ അഷ്റഫുൽ വറ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെറിയ മനുഷ്യനായിരുന്നു എന്ന് പറയുന്നത് പോലെ കുട്ടിനെ നെഞ്ചിൽ തട്ടുന്ന മുടി ഉണ്ടായിരുന്നു, പെരടി തട്ടുന്ന മുടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ ഹദീസ് ബഹുമാനപ്പെട്ട ഇമാം ഖാദി ഫുളൈൽ ഇബ്നു ഖിയാദ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. മുന്നിലേക്ക് വാർന്നിട്ടാൽ അത് നെഞ്ചിലിങ്ങനെ മെല്ലെ തട്ടുമായിരുന്നു. നമുക്ക് ചിന്തിച്ചാൽ തീരുന്ന കാര്യമാണല്ലോ. ഇവിടെ പരിചയപ്പെടുത്തപ്പെട്ട മുടിയുടെ നീളം നെഞ്ചിൽ തട്ടുന്നതുമല്ല, ചന്തിയിൽ തട്ടുന്നതുമല്ല, അതിനപ്പുറം നീളമുള്ളതാണ്. മനസ്സിലായോ പറയണത്? മനസ്സിലായില്ലേ? ഇത്തരം ഒരു റിവായത്ത് ഹദീസിൽ വന്നിട്ടില്ലെങ്കിൽ അങ്ങനെ നബി തങ്ങളെ പറ്റി വസ്തു പറയൽ അവിടുത്തെ മേൽ കദിബ് പറയലാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതിന്റെ പിന്നിലുള്ള തന്ത്രങ്ങളും ശൈലികളും ഒക്കെ സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ പറയുന്നതിന്റെ മസലൻ ഈ ഹദീസിന് അങ്ങനെയാണോ വ്യാഖ്യാനം? കിതാബുൽ ഹജ്ജിൽ ഒരുപാട് വ്യത്യസ്തമായ റിവായത്തുകൾ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു സ്വഹീഹിൽ കൊണ്ടുവന്നിട്ടുണ്ട്.
ഈ ഹദീസിനെ ഉത്വാമുനൻ നബവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹദീസ് വിശദീകരിക്കേണ്ടതും നമ്മളെ പണിയല്ല, അത് മുഹദ്ദിസിന്റെ പണിയാണ്. എങ്ങനെ മുഹദ്ദിസാകുക? ഇദാ ബലഗൽ മുഹദ്ദിസു ഇലാ മർത്തബത്തിൽ ഹാഫിള്. ഒരു ഹാഫിളിന്റെ മർത്തബയിലേക്ക് ഒരു മുഹദ്ദിസ് വന്നാലാണ് അയാൾക്ക് ഹദീസ് വ്യാഖ്യാനിക്കാൻ യോഗ്യത ഉണ്ടാവുള്ളൂ. ഹാഫിളിന് ഏറ്റവും ചുരുങ്ങിയ യോഗ്യത 3 ലക്ഷം ഹദീസുകളെങ്കിലും ഹിഫ്ദ് ഉണ്ടാവണം. അതിന്റെ അർത്ഥം സമകാലിക ലോകത്ത് ഹദീസുകൾ അത്ര ഹിഫ്ദുള്ളവർ കണ്ടിട്ടില്ലാത്തതിനാൽ അവർ മുഹദ്ദിസീങ്ങളല്ല, ഹദീസ് പണ്ഡിതന്മാരാണ്. അത് ശരിക്കും മനസ്സിലാക്കണം. ഹദീസിനെ മുൻഗാമികൾ വിശദീകരിച്ചതിന് അപ്പുറം വിശദീകരിക്കാൻ ഒരു യോഗ്യതയില്ല. ഹദീസിന്റെ വ്യാഖ്യാനം കണ്ടിട്ടില്ലേ, അത് പറയണ്ട. അങ്ങനെയാവാം ഇങ്ങനെയാവാം എന്നൊന്നും പറയാനുള്ള അധികാരം നമുക്കില്ല. ഏതെങ്കിലും നാസറുദ്ദീൻ അൽബാനിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും സയ്യിദ് ഖുത്ബോ ഏതെങ്കിലും ജലാലുദ്ദീൻ അഫ്ഗാനിയോ എടവണ്ണ സലാം, ഈ എടവണ്ണ സലാം സുല്ലമയ്ക്ക് ഒരു പുസ്തകം നിങ്ങളുണ്ട്, ഹദീസുകൾ ദുർബലതയും ദുർവ്യാഖ്യാനവും. പോലീസും നമ്മളും കമ്പനിയാണ്. ഹദീസുകൾ ദുർബലതയും ദുർവ്യാഖ്യാനവും, മനസ്സിലായില്ലേ? അതിൽ അദ്ദേഹം ഒളു മുറിയുടെ കാര്യം പഠിപ്പിച്ചാൽ തന്നെ ഞെട്ടിപ്പോകും. ലിംഗത്തിൽ സ്പർശിച്ചാൽ മുറിയുമെന്നതിന് ബലപ്പെട്ട ഹദീസില്ല. മൂപ്പർ പറയാം. ഷാഫി ഇമാമിന് കിട്ടിയിട്ടുണ്ട്. ആർക്കാ കിട്ടാത്ത? എടവണ്ണ സലാം സുല്ലമിക്ക്. ലിംഗത്തിൽ തൊട്ടാല് ഒളു മുറിയില്ല, അതിന് ബലപ്പെട്ട ഹദീസ് വന്നിട്ടില്ല. പിന്നെ കീഴ്വായി പോയാൽ ഒളു മുറിയണമെങ്കിലോ നല്ല ശബ്ദവും വേണം, വാസനയും വേണം. പെണ്ണുങ്ങളെ തൊട്ടാൽ ഒളു മുറിയില്ല. ഈ പുസ്തകം വായിച്ചിട്ട് ഒരു മുജാഹിദ് ചിലപ്പോൾ ഇങ്ങനെ നമ്മളത്തേക്ക് വരാൻ സാധ്യതയുണ്ട്. എങ്ങനെ? ഞാനൊരു ഒളുണ്ടാക്കിയിട്ടുണ്ട്, അത് മുറിച്ചോന്ന് ചോദിച്ചിട്ട്. ഇതെങ്ങനെയൊന്നും മുറിയണ്ടേ? ഇങ്ങനത്തെ ഹദീസ് വ്യാഖ്യാതാക്കളെ പറ്റിയല്ല ഞാൻ പറയണത്. ഒരാൾ കോടതിയിൽ പോയി 3 തൊലാക്കല്ലേ ഒന്നേ പോകുള്ളൂ. ജഡ്ജി പറഞ്ഞു ഇപ്പൊ ജീവനാംശം കൊടുക്കണമെങ്കിൽ തലാക്കലാണ് വക്കീൽ പറയാണ്. പക്ഷേ 3 ചൊല്ലി ഒന്നേ പോകുള്ളൂ, 9 ചൊല്ലേണ്ടി വരും. ഇത്തരം അബദ്ധങ്ങൾ പറഞ്ഞ് നടക്കലല്ല മുഹദ്ദിസ്. അത്രേ. അപ്പോ 3 ലക്ഷം ഹദീസ് ഹിഫ്ളുള്ളവനെ ആരാകാൻ പറ്റുള്ളൂ? മുഹദ്ദിസ് ആകാൻ പറ്റില്ല. ആ കൂട്ടത്തിലെ പ്രമുഖനായ ഇമാമാണ് ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു. മദ്ഹബിലും അബദ്ധങ്ങളെ നമ്മൾ അറിയിക്കണം. എന്റെ പ്രിയപ്പെട്ട ഒരുപാട് ആലിമീങ്ങളോട് ചർച്ച മാറിയതാണ്. ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, ശ്രദ്ധിക്കണം. എന്റെ സാധാരണക്കാർ വളരെയേറെ ശ്രദ്ധിക്കണം. ഇമാം നബവി റളിയല്ലാഹു അൻഹു വന്നിട്ട് എന്ന് പറഞ്ഞത് ഈ മുടി വെട്ടിയ ഉടനെ കണ്ട, കുറച്ചുകൂടി കാലം കഴിഞ്ഞിട്ട് കണ്ട ഒരാളായിരിക്കാം ചെവി കുന്നിയോളം എന്ന് പറഞ്ഞത്. അതല്ല, ഇദാ ഗഫല അനി തഖ്സീരി യദ്രിബു മൻകിബിഹി. പറ്റേ വെട്ടാതിരുന്ന ഇദാ ഗഫല അൻ ഷൈ, എന്താണ് അറബി പ്രയോഗത്തിന്? പറ്റേ വെട്ടാതിരുന്നാൽ നബി തങ്ങളുടെ മുടി പെരടിയിൽ തട്ടും. ഈ ആശയത്തെ ശമാഉൽ ശരീഫയിൽ അവിടെ നിൽക്കും. നോക്ക്, കാരണം മഹാനവറുകൾ പറഞ്ഞു 6 കൊല്ലം മുടി വെട്ടിയത് ഹദീസിൽ കണ്ടിട്ടില്ല എന്ന് ചിലർ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിലും മുടിയുടെ വളർച്ച അവിടെ നിൽക്കും. കമാ യഖിഫു ഫീ കുല്ലി ഹഖി ഇൻസാനിൻ അലാ ഹദ്ദിമ്മ. എല്ലാവരുടെ മുടിയുടെയും വളർച്ചയ്ക്കൊരു പരിധിയുണ്ട്. അഷ്റഫുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയുടെ വളർച്ചയുടെ പരിധി അതാണ്. ഇനി ഞങ്ങൾ എന്താ പറയേണ്ടത്? നിങ്ങൾ പറയും. ഈ 2-3 മീറ്റർ നീളമുള്ള മുടിയേറ്റ് വന്നാൽ ഞങ്ങൾ എന്ത് പറയണം? നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടില്ല എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ അത്ര ഒരു വസ്തു പറയണോ? അതല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞങ്ങളെ വിമർശകരായി കാണുമെന്ന് കരുതി നിങ്ങളെ തൃപ്തിക്ക് വേണ്ടി പുണ്യ ഹബീബ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരത്തിലേക്ക് ഇല്ലാത്തൊരു വിശേഷണം പറയുന്നത്, അതും അവിടുന്ന് പ്രാകൃതനായിരുന്നു എന്ന് പറഞ്ഞ സിയോണിസ്റ്റുകൾ പറഞ്ഞതുപോലെ, മെസോണിസത്തിന്റെ ആളുകൾ പറഞ്ഞതുപോലെ, ഓറിയന്റലിസ്റ്റുകൾ പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്തരത്തിൽ പ്രാകൃതനായ, മുടി പോലും വെട്ടിയിട്ടില്ലാത്ത, താടി പോലും വെട്ടിയിട്ടില്ലാത്തൊരു മനുഷ്യനായിരുന്നു എന്ന് പറയണോ?
ഈ പ്രതിസന്ധിയിൽ നമ്മൾ ശരിയുടെ പക്ഷത്ത്, പാരമ്പര്യത്തിന്റെ പക്ഷത്തിൽ പറഞ്ഞു, ശരി പഠിപ്പിച്ചു. ഇതിന് വീണ്ടും ഗൗരവമുണ്ട്. എന്താ ഗൗരവം? അതിലൊരു ഗൗരവം, ഒരാൾ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ കള്ളത്തരം കരുതിക്കൂട്ടി പറഞ്ഞാൽ അവിടെ രണ്ട് തരം മസ്അലകളെ ഫുഖഹാക്കൾ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, അയാൾ ഫാസിഖായി പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഹറാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ ഫാസിഖാകും, ഹലാലാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാൽ കാഫിറാകും. ഹറാമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞാലും അയാൾ കാഫിറായി പോകുമെന്ന് ഇമാം ജുവൈനി റളിയല്ലാഹു അൻഹു പറഞ്ഞതായി ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വന്തം മകൻ നഖൽ ചെയ്യുകയും അവിടുന്ന് തന്നെ അതിനെ ദഈഫാക്കുകയും ചെയ്തു. ശ്രദ്ധിക്കണം, മനസ്സിലാട്ടോ നിങ്ങൾക്ക് പറയണത്? ഇത്ര ഗൗരവമുള്ള കാര്യ. ഇത് നിങ്ങൾ നോളജ് സിറ്റി ഉണ്ടാക്കണില്ലേ? മുടി ഉണ്ടാക്കണില്ലേ? യുനാനി മെഡിക്കൽ കോളേജിൽ ഡോക്ടറുണ്ടോ? ഗൈനക്കോളജി ഉണ്ടോ? ഇതായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. മനസ്സിലായില്ലേ? ഇപ്പൊ ഒരു ചെമ്പിന്റെ പാത്രം കൊണ്ടുവന്നു, ഇനി കുറെ വരാണ്ടിട്ടാ. പക്ഷെ ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം പണ്ട് സ്വർഗത്ത് നിന്നൊരു ആപ്പിൾ ഉണ്ട് അല്ലേ? പകുതിയെ മൂപ്പർ തിന്നിട്ടുള്ളൂ എന്നാ കാണുന്നത്. ഒരു പകുതി എങ്ങാനും ഖസ്റജിയുടെ ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അയാൾ തന്നാൽ എന്റെ ബഹുമാനപ്പെട്ട ഉസ്താദ് തിന്നരുത്. അഥവാ തിന്നാണെങ്കിൽ അടച്ചിട്ട റൂമിലെ ഇരുന്നിട്ടേ തിന്നാവൂ. കാരണം അത് തിന്ന സൗഹാത്തൊക്കെ പുറത്ത് കാണും. അത് ഈ സമ്മേളനത്തിൽ കൊണ്ടുവന്ന് കൊടുത്തിട്ട് തിന്നരുതേ എന്ന് പറയാനുള്ളൂ. ഞാനീ പറയുന്ന തമാശയാണെങ്കിലും ഇതിനൊരർത്ഥം വേറെ. അപ്പോ ഇത്തരം സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാക്കുന്നത് എന്തിനാ? അതൊരു ചർച്ചയാണ്. നോക്കൂ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. മനസ്സിലാവണ്ടോ പറയുന്നത്? ഏറ്റവും ബഹുമാനമുള്ള ഞങ്ങൾ പഴയ നേതാക്കന്മാർക്കൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. അതിന്റെ ഉസ്താദിന്റെ നിലവിലുള്ള ശിഷ്യന്മാരും ഞാനും അസദ് സഖാഫിയൊക്കെ പേട്ട തേങ്ങയല്ലേ, ഒറിജിനൽ തേങ്ങക്ക പറഞ്ഞത്. എന്താണ്? ശരി പറയാ, ശരി മാത്രം പറയാ, തെറ്റ് മാത്രം ചെയ്യാം. ഉദാഹരണം, ഫോർ എക്സാമ്പിൾ പറഞ്ഞുതരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിന് പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. മുടിക്ക് ബർക്കത്തുണ്ടോ? ഉണ്ട്. അത് സഹാബത്ത് അംഗീകരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതിന് ഫളായിൽ കിതാബുകളിലെ ഉണ്ട്. ഇതിങ്ങനെ പറയുന്നേ. ഷഹർ മുബാറക്ക് എങ്ങനെയാണ്? ഷഹർ മുബാറക്കിനെ ബഹുമാനിക്കണം, ഷഹർ മുബാറക്കിനെ ആദരിക്കണം, ഷഹർ മുബാറക്കിനെ പറ്റി കിതാബിൽ അങ്ങനെ ഉണ്ട്. സംശയമുണ്ടോ? അപ്പൊ ഇതില് പറഞ്ഞൊക്കെ ശരി തന്നെയല്ലേ? എന്നിട്ടോ ജാരിയാവാലിന്റെ മുടിയിട്ടിട്ട് ഇങ്ങനെ വെള്ളം കൊടുക്കും. ശരി മാത്രം പറയുകയും തെറ്റ് മാത്രം ചെയ്യുകയും ചെയ്യുന്നൊരു സ്വഭാവം അവിടെ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇപ്പൊ ഒരു പുതിയ പാത്രം വന്നിട്ടുണ്ട്. പാത്രം കണ്ടാൽ ഞെട്ടും. അതെന്താ? 6-ാം നൂറ്റാണ്ടിന് വ്യാമായ വർഷമാണ് അതിന്റെ മുകളിലുള്ളത്. അതിന് മുമ്പ് ആ എഴുത്തില്ല. ഉദാഹരണം പറയാം, വള്ളത്തോളിന്റെ കാലത്ത് ഇങ്ങനത്തെ മലയാളം ഉണ്ടോ? ഇല്ലല്ലോ. ഇതൊക്കെ പുതിയ ശൈലിയിൽ വരുന്നല്ലേ? ചേരിച്ചും മറിച്ചും കട്ടയാക്കിക്കുള്ള എഴുത്ത് ഓരോ കാലഘട്ടത്തിലെ കലയുടെയും വളർച്ചയുടെയും ഭാഗമാണ്. നഖ്ഷ് അങ്ങനെ വരിക, അതായത് ഒരു പാത്രത്തെ വാർത്തെടുത്തിട്ട് അതിലങ്ങനെ എഴുത്തുണ്ടാവുക. എന്താ പരിപാടി? ആ വിജ്ഞാന ശാഖ തന്നെ ലോകത്ത് വന്നത് ഹിജറ 600-ന് ശേഷമാണ്. ഈ ഇങ്ങനെ വാർത്ത എഴുത്ത് ഇവര് പറയണേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കുടിച്ച പാത്രമാണ് എന്നാ. ആയിക്കോട്ടെ, അയമീക്കാൻ എഴുത്തൊക്കെ ഉണ്ട്. എന്നാ എങ്ങനെ പറയണം? യഥാർത്ഥം പറയണം. എങ്ങനെ പറയേണ്ടിയിരുന്നു? കുടിച്ച പാത്രം കത്തിച്ച് ഉരുക്കി അതിന്റെ എസൻസ് കൊണ്ടുണ്ടാക്കി വേറെ പാത്രമാണ്. അങ്ങനെ പറയണ്ടേ? അങ്ങനെ പറയണ്ടേ? അല്ലേ? മുടിനെ എന്ത് പറഞ്ഞു? അത് വഫാത്തിന് ശേഷം ഇങ്ങനെ നീളുകയാണ് കാരണം. അപ്പൊ നമ്മൾ പറഞ്ഞു, എന്നാ പിന്നെ 2.5 1.6 ഒക്കെ ഓരോ വർഷം നീളുകയാണെങ്കിൽ മുടി വാങ്ങാൻ AP അങ്ങോട്ടും പോണ്ട, തരാൻ ഖദ്റജ് ഇങ്ങോട്ടും വരണ്ട, ഒരു വടിമ ചുറ്റി ഇങ്ങനെ നീട്ടിയാൽ മതിയോ? 1400 കൊല്ലം വലുതായില്ലേ? അപ്പൊ അവിടെ അങ്ങനെ പറഞ്ഞു. ഇനിയിപ്പോ എന്തേക്കും പറയാൻ പോവാന്ന് വെച്ചാല് അത് മലക്കുകൾ എഴുതിയതാവാം. എവിടെ?
പാത്രത്തുമേ അതിന്റെ അടിയിൽ സ്റ്റാർ ഓഫ് ഡേവിഡ് ഉണ്ട്. ഈ ചിത്രം കാണണമെങ്കിൽ ഒരു സ്ഥലത്ത് പോകാം. ഇവിടെ ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ഔദ്യോഗിക പതാകയുടെ മധ്യത്തിൽ നമ്മൾ അശോക ചക്രമൊക്കെ നമ്മൾ ദേശീയ പതാകയിൽ വെക്കുന്നത് പോലെ വെക്കുന്ന ഒരു സാധനമാണ് സ്റ്റാർ ഓഫ് ഡേവിഡ്. രജകരോഡിയുടെ ദ സയനിസം എന്ന പുസ്തകത്തിൽ അതിനെക്കുറിച്ച് അദ്ദേഹം ഒരുപാട് വിശദീകരിക്കുന്നുണ്ട്. ഇസ്രായേൽ തന്നെ അതിന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഇത് അബ്ബാസി ഭരണകൂടത്തിന്റെ അവസാനങ്ങളിൽ ഇറാനിൽ അറബികൾ മന്ത്രവാദത്തിന് ഇത് ഉപയോഗിച്ചിരുന്നു എന്നാണ്. ആര്? ഇറാനിലെ ചില ആളുകൾ. ഇപ്പൊ യഹൂദികളുടെ മന്ത്രവാദത്തിന്റെ ചിഹ്നമായിരുന്നു എന്നതിന്റെ അപ്പുറം ഇത്തരം പാത്രങ്ങളെയും അതിലുള്ള ചിത്രം സംബന്ധിച്ച് ഇസ്രായേൽ കൂടി ഇരുന്നില്ല. നിങ്ങളാണോ പറയണത്? ഇപ്പൊ നിങ്ങളെങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും, ഇസ്രായേലിന് ഇപ്പൊ ഇവിടെ കൊണ്ട് എപിക്ക് ഒരു ചെമ്പെടുത്തിട്ട് എന്താ കാര്യം? ഒരു കാര്യമില്ല. ഇസ്രായേൽ ചെയ്ത പല കാര്യത്തിലും പ്രത്യക്ഷമായ കാര്യങ്ങളില്ല. കേട്ടോ, ഇപ്പോൾ ഒരു സംശയമായി. ഞാൻ നിങ്ങൾക്ക് നാടൻ ഉദാഹരണം പറയാം. നാളെ കരഞ്ഞ് കള്ളനോട്ട് ഇറങ്ങിയിട്ടുണ്ട്. 500 നോട്ടാണ് എന്ന് പറഞ്ഞാൽ നാളെ 500 നോട്ട് കിട്ടണമെന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടു അല്ലെ? അന്ന് കാക്കാറൊക്കെ അടുപ്പിച്ചു നോക്കും, ഇതന്നെയാണോ, ചിത്രം ഉണ്ടോ, അല്ലെ? ഇത് ഫീൽ ചെയ്തിട്ടില്ലേ കുറെ കാലത്ത്? ഉണ്ട്. ഈ കള്ളനോട്ട് ഇറക്കി എന്ന കിംവദന്തിക്കാരന്റെ ലക്ഷ്യവും കള്ളനോട്ട് അടിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ ലക്ഷ്യവും ഇത് വിൽക്കുന്നവർക്ക് പണമുണ്ടാക്കുക എന്നതല്ല, മറിച്ച് ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഈ മൂല്യം ഇടിക്കുക എന്നതാണ്. ശരിയുണ്ടോ? അല്ലാതെ ഇവിടെ ഏതെങ്കിലും പെട്ടിപ്പീടിയക്കാരൻ കള്ളനോട്ട് വെക്കണോണ്ട് ഇത് അടിച്ചുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഒരു ലാഭമില്ല. മനസ്സിലായോ? പാകിസ്ഥാൻ ചാര സംഘടന കാശുണ്ടാക്കാനല്ല ഇന്ത്യയിൽ കള്ളനോട്ട് വിതരണം ചെയ്തത്, മറിച്ച് ഇന്ത്യൻ കറൻസിയുടെ മൂല്യം വിദേശ രാജ്യങ്ങളിൽ ഇടിക്കാനാണ്. അപ്പോ ഇത് കൊടുത്ത് ഡോളർ വാങ്ങുന്നവർക്ക് സംശയം ഉണ്ടാവും. 500 നോട്ടാ വേണ്ട, നമ്മൾ താഴേക്ക് പോവുകയും വിദേശ നാണ്യങ്ങൾ കിട്ടൽ കുറയുകയും അതുവഴി സാമ്പത്തിക ഭദ്രത തകരുകയും ചെയ്യും. ഇതിനാണ് പാകിസ്ഥാനികളിലെ ചാരസംഘടനകൾ ഇന്ത്യൻ പണം അടിച്ചു വെക്കുന്നത്. മനസ്സിലായോ? ഇതേ ഒരു തന്ത്രമാണ് ഖസ്റജി വഴി കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളെ ഉമ്മത്തിന്റെ ഈമാനിനെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. എന്നിട്ട് അതിന്റെ പിന്നാക്കുകയും ചെയ്യുക വഴി ഒറിജിനൽ വസ്തുക്കളിൽ സംശയം തോന്നിത്തുടങ്ങും. ആ ഒരു തന്ത്രത്തിന്റെ ഭാഗമാണ് ലോകതലത്തിൽ ഇത്തരം കളി കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തന്ത്രത്തെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ മനസ്സിലാക്കണം. ഇതും കാന്തപുരവും നമ്മളുള്ള ഇസ്ലാമില്ല. ഇസ്ഖാഫിയും കാന്തപുരയും അബൂബക്കർ മുസ്ലിയാരും തമ്മിലുള്ള സംഘടനാ ഇഷ്യൂസ് അല്ല, മറിച്ച് നമ്മൾ തന്നെ അത്ഭുതപ്പെടാറുണ്ട്. ചില വിഷയങ്ങളിൽ ഇത്തരം കാര്യങ്ങളെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോ വ്യക്തിപരമായി നമ്മളൊക്കെ എത്രയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അത് കണ്ടപ്പോഴാണ് ഇതിന്റെ പിന്നിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് എനിക്ക് തോന്നിയത്. എനിക്കവർ ഡ്യൂപ്ലിക്കേറ്റ് ഭാര്യമാരാക്കി, ഡ്യൂപ്ലിക്കേറ്റ് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട്, മിക്സ് ചെയ്തിട്ട് ഞാൻ കേട്ടിട്ടോ പറഞ്ഞിട്ടോ ഇല്ലാത്ത പദങ്ങളെ എന്റെ അതേ ശബ്ദത്തിൽ അനുകരിപ്പിച്ചിട്ട് മനസ്സിലായത്. ഞാൻ അന്വേഷിച്ചപ്പോ പഴയകാലത്തെ എന്റെ സ്ഥാപനത്തിലെ കമ്പ്യൂട്ടർ ലാബിൽ വെച്ച് അത് നടത്തുകയും ഒരു പരിചയക്കാരൻ എന്ന നിലയിൽ ഉസ്താദിന്റെ പഴയ പരിചയക്കാരനല്ല, SKSFന്റെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റേക്കും തരിക. മനസ്സിലാണോ നിങ്ങൾക്ക് പറയുന്നത്? ഇത്രയധികം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്തേ? ഈ കേവല വിവാദങ്ങൾക്ക് പിന്നിൽ ഇങ്ങനെ നടക്കുന്നത് എന്തേ എന്ന് ഞാൻ ചിന്തിച്ചപ്പോഴാണ് അടിസ്ഥാനതരം മന്ത്രം പിന്നിലുള്ളത്. പ്രവാചകരാക്കിയവരുടെ ലക്ഷ്യം ഒറിജിനൽ നുബൂവത്തിന്റെ സംശയിക്കലായിരുന്നു. ഇവിടെ ബഹാഉദ്ദീൻ എന്നയാളെ പ്രവാചകനാക്കിയ ബഹായികളെ കൊണ്ടുവന്നതും അഷ്റഫുൽ വറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ സംശയിക്കാനായിരുന്നു. മനസ്സിലാണ്ടോ?
അച്ചടിപ്പശകളുള്ള മുസ്ഹഫുകളെ നാടുകളിലേക്ക് വിതരണം ചെയ്യുകയും എന്നിട്ടത് നാട്ടിന്റെ അടിയിലൂടെ പറഞ്ഞു നടത്തുകയും ചെയ്തവരുടെ ലക്ഷ്യം തിരികെ കയറ്റിയവരുടെ ലക്ഷ്യം ഒറിജിനൽ ഹദീസുകളിലുള്ള വിശ്വാസം തകർക്കലായിരുന്നു. ഇവിടെ അഹമ്മദ് ഖാദിയാനിയെ ഇവിടെ പ്രവാചകനാക്കിയവരുടെ ലക്ഷ്യവും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ ഒറിജിനൽ പ്രവാചകത്വത്തിലും പരിശുദ്ധ ഖുർആനിലുമുള്ള സംശയം ജനിപ്പിക്കലായിരുന്നു. ഇപ്പോൾ ഡ്യൂപ്പിറക്കിയവരുടെ ലക്ഷ്യം അതാണ്, ഒറിജിനൽ സംശയം ഉണ്ടാക്കലാണ്. ഞാൻ ഒരു കാര്യം തീർത്തു പറയാം. ഇസ്ലാമിലെ ആരെങ്കിലും ഒരാൾ മുസ്ഹഫ് തെറ്റടിച്ചു എന്ന കാരണം കൊണ്ട് ഖുർആൻ ഉപേക്ഷിക്കുന്നവരല്ല ഞങ്ങൾ. തെറ്റിനെ കണ്ടറിയാൻ മാത്രമുള്ള ഇൽമിനെ ഔദാര്യമായി അല്ലാഹു ഈ ഉമ്മത്തിന് തന്നിട്ടുണ്ട്. അഷ്റഫുൽ വറാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബത്തിനത് കള്ള ഹദീസുകൾ വന്നതുകൊണ്ട് ഹദീസിന്റെ കിതാബ് ഇല്ലാതായിട്ടില്ല. അതിനെക്കുറിച്ചുള്ള പഠനം കൂടിയിട്ടേ ഉള്ളൂ. ഇപ്പൊ ഏത് മുതഅല്ലിമിനും റാവിയെപ്പറ്റി ചോദിച്ചാൽ പറയാൻ തൗഫീഖ് ഉണ്ടായത് ഇത്തരം കള്ള ഹദീസുകൾ വന്നപ്പോ മഹാന്മാരായ ഇമാമികൾ അതിന്റെ ഉസൂലുകൾ നമ്മളെ പഠിപ്പിച്ചു. വളരെ ഗൗരവത്തിൽ ഈ കാര്യം മനസ്സിലാക്കണം. യാദൃശ്ചികമായല്ല സ്റ്റാർ ഓഫ് ഡേവിഡ് വരച്ചത്. നിങ്ങൾക്ക് മനസ്സിലാവും, തന്നവൻ കരുതിക്കൂട്ടി വരച്ചതാണ്. തന്നവൻ കരുതിക്കൂട്ടി വരച്ചതാണ്. അവന്റെ അഡ്രസ് മനസ്സിലാക്കാൻ വേണ്ടി തന്നെ വരച്ചതാണ്. ഇത് കാണുമ്പോ ഒരു പ്രസംഗവും ആവശ്യമില്ല. ഇന്ന് അത്യാധുനിക ലോകത്ത് ഇത്രയധികം വാർത്താമീഡിയകളുള്ള കാലത്ത് ഒരു മനുഷ്യന് സ്റ്റാർ ഓഫ് ഡേവിഡിനെ കുറിച്ച് ഗവേഷണം നടത്താനോ അത് പഠിക്കാനോ പ്രയാസമല്ല. അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് അയാൾ ആ ചിത്രം കൊത്തിത്തന്നത്. നാളെ മുസ്ലിം ഉമ്മത്ത് ഗവേഷണം നടത്തും. അപ്പോഴവരതിൽ കാണുക സ്റ്റാർ ഓഫ് ഡേവിഡ് ഇങ്ങനെ വന്നതാണ്. അതായത് ഈ പിന്നീട് ഒറിജിനലിനോടുള്ള ബഹുമാനം നഷ്ടമാകും. അവൻ അസറുകളെ തന്നെ ആസാറുകളെ തന്നെ നിഷേധിക്കുന്നവനാകും. പുതിയൊരു വാദം അത് പിന്നെ ഇവരിവിടെ വ്യാഖ്യാനിച്ചില്ലാതാക്കിയതാണ്. ഈ തന്ന ആൾക്കാർക്ക് അത്ര ബുദ്ധി ഇല്ലാത്തവരൊന്നുമല്ല. പേരോട് അബ്ദുറഹ്മാൻ സഖാഫിനെക്കാളൊക്കെ ബുദ്ധിപരമായിട്ട് മെച്ചാൽ തന്നെയാണ്. പൊട്ടൻ കോലുണ്ടെങ്കിലും ഖസ്റജ് തന്നെയാണ്. മനസ്സിലായി നിങ്ങൾക്ക്? പേരോടിനെക്കാളൊക്കെ ബുദ്ധിയുണ്ട്. അയാൾ ഇന്റർനാഷണൽ വളവനാണ്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ അയാൾ ഇത് കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്ത്യ ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ള മാർക്കറ്റാണ്. നമ്മൾ അറബി കോളേജിലും വളരെ പോയില്ല, 4 ചുമരിന്റെ ഉള്ളിൽ ഏറ്റവും ലോകം അറിയില്ല. സമ്മേളനം പോവാ, ഷെയർ മുബാറക്ക് വെള്ളമാണ് എന്നോട് കൊണ്ടുപോകും മുതഅല്ലിമീങ്ങൾ. ഇപ്പൊ കൊണ്ടുപോയി ഇങ്ങനെ നിർത്തും. കുറെ സാഹൃദം വിളിക്കും. അതിന്റെ ഇടയിൽ യാതൊരു മുന്നറിയിപ്പില്ലാതെ ഖസ്റജി വരും. കാന്തപുരത്ത് ഇതാ മുബാറക്കായ മുടി കൊടുക്കണമെന്നറിയും. ഇടക്കരന്ന് തെക്കുപേര് പോയ ആൾക്കാർ ആളുമ 33 തെക്കുപേരല്ലോ. ഈ വീഡിയോ അറബി പിടിക്കും. ആര്? ഖസ്റജി. ഇത് ഇന്റർനാഷണൽ മാർക്കറ്റിൽ അയാൾക്ക് ഈ സാധനം വിൽക്കാനുള്ള ലൈസൻസ് അയാൾ ഉപയോഗിക്കണം. മനസ്സിലായല്ലോ? കേരളത്തിൽ പാത്രം പ്രദർശിപ്പിച്ചു, കേരളത്തിൽ പ്രദർശിച്ചു, ഈ കാണാങ്ങളൊക്കെ എന്ന് വരുത്തി തീർത്തു. എന്നിട്ട് അത് ലോകത്ത് കൊണ്ടേ കൊടുക്കുക. അതിന് അറിഞ്ഞോ അറിയാതെയോ കാന്തപുരം കൂട്ടുനിൽക്കുന്നു. ഇത്രയും വിവരമില്ലാത്തതാണല്ല കാന്തപുരം എന്നതുകൊണ്ടാണ് അദ്ദേഹം അറിഞ്ഞ് എന്ന് നമ്മൾ ഉറപ്പിച്ചു പറയാനുള്ള കാരണം. അത്ര വിവരമില്ലാത്ത ആളൊന്നുമില്ല അയാള്. ഇത്രയൊക്കെ വളവ് എങ്ങനെ കുറച്ച് പൈസക്ക് അറബിക്ക് വിവരമില്ലായിട്ട് കിട്ടുന്നുണ്ട് നിൽക്കുക അല്ലേ? കുറെ കായൊക്കെ അറബിക്ക് വിവരമില്ലായിട്ട് മൂപ്പർ കൊടുക്കുന്നുണ്ട്. കുറച്ച് കായ്ക്ക് മൂപ്പർ വിവരം കൊണ്ടുണ്ടാണു. എന്റെ അഭിപ്രായം എന്തായാലും വിവരമില്ലാത്ത ആളല്ലല്ലോ. എന്നിട്ട് കൊണ്ടുവന്നിട്ട് ഈ സാധനം പ്രദർശിപ്പിച്ചു. ഈ സാധനം ഇപ്പൊ ലോകത്ത് വേറൊരു സ്ഥലത്തുണ്ട്, ചെച്ചിനിയയിൽ. നെറ്റ് കയറിക്കോ, ചെച്ചൻ പ്രസിഡന്റ് കാദറോവിനെ കുറിച്ച് പഠിച്ചോ. ആരാണ് അയാൾ? റഷ്യൻ പട്ടാളത്തിലെ ഒരു പഴയ ജനറൽ. ചെച്ചനിയയിലെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്തിയ മുസ്ലിമിന്റെ നെഞ്ചിന്റെ നേരെ പീരങ്കികൾ തീർത്തുവെച്ച് ആയിരങ്ങളെ ഒരേ സമയം പൂരനായ ഭരണാധികാരി. അയാൾക്ക് മുസ്ലിമീങ്ങൾ എതിരായപ്പോ, മുസ്ലിം വികാരമെതിരായപ്പോൾ അയാൾ മുസ്ലിമീങ്ങളുടെ ആത്മീയതയുടെ സൂക്ഷിപ്പുകാരനായി ജനങ്ങളുടെ ഹൃദയത്തിൽ കയറി വരാൻ വേണ്ടി തന്ത്രപരമായി ഖസ്റജി
കൊണ്ടുപോയ മുടിക്ക് അകമ്പടി സേവിക്കാൻ ബഹുമാനപ്പെട്ട കാന്തപുരം ഉണ്ടായിരുന്നു. ഇതൊരു അന്താരാഷ്ട്ര സിയോണിസത്തിന്റെ ഗൂഢാലോചനയാണ്. കേരളയിലേക്കല്ലോ നരേന്ദ്രമോദിയുടെ പരിപാടികൾ മുഴുവൻ സ്പോൺസർ ചെയ്തത് ഇസ്രയേലി കമ്പനികളാണ്. നരേന്ദ്രമോദി ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ നേതാവാകുമെന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രിയുമെന്നും ബഹുരാഷ്ട്ര കമ്പനികൾ മനസ്സിലാക്കുന്നുണ്ട്. ഈ നരേന്ദ്രമോദിയുടെ അടുത്ത് ചെന്ന് കാദറോവ് അവിടെ ചെന്ന് കൊന്നപ്പോൾ പാത്രവുമായി പോയവർ തന്നെയാണ് നരേന്ദ്രമോദി ഇന്ത്യൻ കൂട്ട ചെയ്തു അവിടെ പോയി കാശ് വാങ്ങാൻ ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാരുണ്ടായത്. നരേന്ദ്രമോദിയുടെ വലത്തും ഇടത്തും ഇരുന്ന് വാപ്പയും മകനും മത്സരിച്ചെടുത്ത ഫോട്ടോ അവർ തന്നെയാണ് ഇന്റർനെറ്റ് വഴി പ്രചരിപ്പിക്കുന്നത്. ഞങ്ങളാരും അങ്ങോട്ട് പോയിട്ടില്ലല്ലോ. ഇവർ പ്രചരിപ്പിക്കണ ലക്ഷ്യം എന്താ? മോഡിയെ കാണിച്ചു കൊടുക്കാനാണ്. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്ത് നാട്ടിൽ അറിയിച്ചിട്ടുണ്ട്, നിങ്ങൾ നമ്മളാളാണ്, നമ്മൾ നിങ്ങളാളാണ്. അവർക്ക് ലക്ഷ്യമുണ്ടല്ലോ, വരികൾക്കിടയിൽ വായിച്ച് ശീലിക്കണം. എഴുതുന്നത് മാത്രം വായിക്കുന്നവരല്ലല്ലോ നമ്മൾ. എഴുതുന്നത് മാത്രം വായിക്കുന്നവരല്ല, എഴുത്തിന്റെ പിന്നിലുള്ള രഹസ്യം നമുക്കറിയാം. നമ്മൾ എത്ര വിമർശിച്ചാലും, നമ്മൾ എത്ര തടഞ്ഞാലും, നാം പ്രകോപനം ഉണ്ടാക്കിയാലും, നമ്മൾ എത്രമാത്രം പൊതുപരിപാടികൾ സംഘടിപ്പിച്ചാലും ഈ ജനങ്ങളെ നിർത്തേണ്ടിടത്ത് നിർത്തി, കൊടുക്കേണ്ടത് കൊടുത്ത്, നേതാക്കന്മാരെ സ്വാധീനിച്ച്, അല്ലാത്തവരെ ഭീഷണിപ്പെടുത്തി തങ്ങളെ ലക്ഷ്യം നേടാനുള്ള കഴിവ് ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്ലിയാർ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. മനസ്സിലാണോ നിങ്ങൾക്ക് പറയുന്നത്? ഏറ്റവും ശക്തമായൊരു ഭീഷണിയുടെ മുഖത്താണ് നമ്മളുള്ളത്. പരിശുദ്ധ ശരീഅത്തിന്റെ പുണ്യാധാറുകൾ നമ്മൾ ആഗ്രഹിച്ചിരുന്ന ആവണേ എന്ന് നമ്മൾ മോഹിച്ചിരുന്ന ഉലമാക്കന്മാരാണ് ഇപ്പോൾ അത് തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ശത്രു വാങ്ങിയത് അവരെയാണ്. ശത്രു സ്വാധീനിച്ചത് അവർ പങ്കുവെക്കുകയാണ്. ജാഗ്രതയോടുകൂടി ശാന്തമായി കാര്യങ്ങളെ കണ്ട് ശക്തമായി പ്രതികരിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശത്തിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കുവാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സമയം ചെലവഴിക്കണം. ശിഥിലീകരണ പ്രവണത ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. മുസ്ലിം സമൂഹത്തിൽ പിളർപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അല്ലാഹു തആല പാവപ്പെട്ട നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മളോട് ഏറ്റവും റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. പേരോട് പറഞ്ഞു, ചേർത്ത് പറഞ്ഞാൽ അപ്പം വിശ്വസിക്കണം. ചേർത്ത് പറയാൻ ആർക്കാ അധികാരം? മിഷ്കാത്തിന്റെ മുഖദ്ദിമ ഓതിയിട്ടില്ലാവോ അയാള്? നബിതങ്ങളിലേക്കൊരു പ്രവൃത്തിയെ ചേർത്ത് പറയാനുള്ള അവകാശം സഹാബിക്ക് മാത്രമാണ്. ഷാഫി മദ്ഹബ് താബീങ്ങൾ പറഞ്ഞാലും അംഗീകരിച്ചൂടെ എന്ന വാദം ഇമാമിന്റെ മദ്ഹബിൽ ചിലർക്കുണ്ട്. ഇതുകൊണ്ടാണ് ഇമാമിങ്ങൾ പറഞ്ഞത് തവാത്തുറായി സുബൂത്തായി ഒരു കാര്യത്തിന് സനദ് വേണ്ട. നമ്മളും അതന്നെ പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുടി കളഞ്ഞിട്ട് അവിടുന്ന് കൊടുത്തൊരു സഹാബി അത് സൂക്ഷിച്ചു. അയാൾ ബറക്കത്തെടുത്തു. പിൻഗാമികളായ താബീയങ്ങൾ ബറക്കത്തെടുത്തു. ശേഷം വന്ന തബഅ താബീയങ്ങൾ ബറക്കത്തെടുത്തു. ശേഷം വന്ന അയിമ്മത്തീങ്ങൾ ബറക്കത്തെടുത്തു. ഇങ്ങനത്തെ ഒരു വസ്തു ഒരു സുപ്രഭാതത്തിൽ ഒരാൾ വന്ന് ചേർത്ത് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടില്ല. അത് മടയത്തമാണ്. താബീയങ്ങൾ പറഞ്ഞാൽ പോലും അംഗീകരിക്കുന്നിടത്ത് താബി പഠനമാകുന്നുണ്ട്. നമ്മൾ ഹസ്രജിയുടെ അല്ലെങ്കിൽ കാന്തപുരത്തെ പഠനവിധേയമാക്കിയെന്നാണ് നിങ്ങളുടെ വിഷയല്ലേ. ഒരു താബി പറഞ്ഞാൽ അയാൾ അദൂലാണോ, അയാൾ സിഖാത്താണോ, സിഖാത്തിൽപ്പെട്ട ആളാണോ, സിഖത്തുള്ളവനാണോ, അയാൾക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് പഠനവിധേയമാക്കണം എന്ന ഉസൂല്. സഹാബികൾ കുല്ലുഹും അദൂലാൻ, സഹാബത്ത് മുഴുവനും അദൂലാൻ. ബാക്കി ആർക്കും ശറഈൽ അങ്ങനെ ന്യായീകരണമല്ല. ഈ ചോദിക്കുന്നവർ പുറത്തല്ല, ചോദിക്കുന്നവരാണ് പണ്ഡിതന്മാർ. അള്ളാഹു നമ്മളോട് റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി സുന്നത്ത് ജമാഅത്തിന്റെ ആശയപ്രചരണ രംഗത്ത് നിങ്ങൾ ഉണ്ടാവണം. ഭൗതികതയല്ല. അതിന്റെ പേരും പെരുമയും സ്ഥാനവും ലക്ഷ്യങ്ങളും അത് വേണ്ടവരെടുത്തോട്ടെ. നമ്മൾ അതിനുവേണ്ടി ദീനീ പ്രബോധന രംഗത്തുണ്ടാവരുത്. അത് അള്ളാഹു നൽകുന്ന വലിയൊരു ശിക്ഷയാണ്. ആഖിറം നേടാൻ പാകമായ ഒന്നിനെ ദുനിയാവിന് വേണ്ടി തിരിക്കുന്നവൻ അബദ്ധം സംഭവിച്ചിട്ടുണ്ട്. വയാ ഖസാറത നഫ്സിൻ ഫീ തിജാറതിഹാ ലം തസ്തരി ദീന ബിദ്ദുനിയാ വലം തസുമി. കണ്ടോ, ദുനിയാവിൽ ദീനിനെ സമ്പാദിക്കാൻ കഴിയാത്തവൻ,
ദുനിയാവ് സമർപ്പിച്ച് ആഖിറം നേടാനാവാത്തവൻ പരാജിതരുടെ കൂട്ടത്തിലാണ്. അള്ളാഹു നമ്മളോട് ഏറ്റവും അധികം റഹ്മത്ത് ചെയ്യുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഈ ആശയം വളരെ ശക്തമായി മനസ്സിലാക്കാനും സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾ അനുസരിച്ച് ജീവിക്കാനും ശ്രമിക്കണം. ബഹുമാനപ്പെട്ട ഗൗസുൽ ആദം ഷെയ്ഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ അൽ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ ആണ്ടുമാസമാണ്. ശംസുൽ ഉലമയുടെ ആണ്ടുമാസമാണ്. റഈസുൽ മുഹഖ് ആണ്ട് നടക്കുന്ന ദിവസമാണ്. നിങ്ങളെല്ലാവരും കുറച്ച് ഫാത്തിഹ ഓതി സലാത്ത് ചൊല്ലി ദുആ ചെയ്തേ പിരിഞ്ഞു പോകാവൂ. എല്ലാവരും അടുത്ത്